എല്ലാം മലബാറിലെ മുസ്ലിം സമുദായം സംസാരിക്കുന്ന ആരാണ്ടാ നീ, ഞാനാണ്ടാ രാമൻ, സീതന്റെ ബീഡര് എന്നാ പാട്ട്. സീത ബീഡറിന്റെ ഭാര്യ, സീത എന്റെ ബീഡര്, സീതന്റെ ഭാര്യയാണ്, ഞാൻ രാമനാണ് എന്ന് പറയാണ്. തന്നെയും കോഴിക്കോട് ഈ പറയുന്ന മാപ്പിള ഭാഷയിൽ, അതിന്റെ പേര് മാപ്പിള രാമായണം എന്നാ. അത് പാടുന്ന ആൾക്കാരുണ്ട് ഇപ്പോഴും. വടകര, കൊയിലാണ്ടി ഭാഗത്തേക്ക്, തലശ്ശേരി ആ ഭാഗത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പോഴും മാപ്പിള രാമായണം പാടുന്ന ആളുകളുണ്ട്. വയനാട്ടിലേക്ക് പോയാൽ വയനാടൻ രാമായണം ഉണ്ട്. വയനാടൻ രാമായണം എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോകും. രാമായണ മാസമായി കഴിഞ്ഞാൽ കേരളത്തിൽ ഒരു പ്രത്യേക തരം ശബ്ദങ്ങൾ കേട്ടു തുടങ്ങും. പത്രങ്ങളുണ്ട്, ചില പത്രങ്ങൾക്കുണ്ട്, പ്രത്യേക പത്രങ്ങളുണ്ട്. രാമായണത്തിനെ അപമാനിക്കാൻ വേണ്ടി മാത്രം കോളം കൈകാര്യം ചെയ്യുന്ന പത്രങ്ങളുണ്ട്. ഇപ്പൊ ഈ മഴ പെയ്യുമ്പോൾ ഈ തവള കരയുന്നത് പോലെ രാമായണ മാസം അങ്ങ് തുടങ്ങും. രാമൻ ചെയ്തത് ശരിയാണോ, സീതയെ പുറത്താക്കിയ പ്രശ്നമല്ലേ, രാമൻ ഭാര്യയെ കൊന്നത് ശരിയാണോ, ശൂദ്രകനെ കൊന്നത് ശരിയാണോ, ശംഭുകനെ കൊന്നത് ശരിയാണോ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഏതൊക്കെയോ കഥകളൊക്കെ എവിടുന്നൊക്കെയോ തെരഞ്ഞു കണ്ടുപിടിച്ചുകൊണ്ട് രാമായണ കാലാവുന്ന സമയത്ത് ഇത് പറയും. ഈ ഇടയ്ക്ക് ഇതിന് പറയുന്നു, ആ അയോധ്യ പ്രാണപ്രതിഷ്ഠ ചെയ്യുന്ന ആ കല്ല് ആദ്യമായി വെച്ചത് ഭാരതത്തിലെ ഒരു ദളിത് പ്രതിനിധിയാണ്. ഒരു ബ്രാഹ്മണനെ കൊണ്ടും ആ കല്ല് ഒപ്പിച്ചത്, അതിനു വേണ്ടുള്ള കാര്യങ്ങൾ ചെയ്യിപ്പിച്ചത്. കാരണം രാമായണം ലോകത്ത്, ഭാരതത്തിൽ സർവ്വജനങ്ങളിലേക്കും ഒരുപോലെ വ്യാപിച്ചിരിക്കുന്നതാണ്. അഭിവന്ദരായ ഗുരുജനങ്ങൾ, ഈ വേദിയിൽ സ്വാഗതം ആശംസിച്ച ശ്രീ ബിനുരാജ്, അധ്യക്ഷസ്ഥാനം അലങ്കരിക്കുന്ന ഡോക്ടർ ഒ ജയലക്ഷ്മി ഓംകാർ, സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഴിഞ്ഞ വർഷം ഏതാണ്ട് ഈ സമയത്താണ് സുന്ദരേശൻ ചേട്ടൻ എന്നെ വിളിച്ചിട്ട് അടുത്ത വർഷം രാമായണമേള നടക്കുന്നുണ്ട്, അതിനൊരു പ്രഭാഷണത്തിന് വരണം എന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞു, ഒരു വർഷം കഴിഞ്ഞിട്ടുള്ളതിന് ഇപ്പോൾ എങ്ങനെയാണ് പറയാൻ പറ്റുക? ഒരു വർഷം കഴിഞ്ഞ് എന്താ സംഭവിക്കാമെന്നറിയോ? നമുക്ക് അങ്ങനെ ചില അഹങ്കാരങ്ങളൊക്കെ വരും. ചിലപ്പോൾ അടുത്ത ആഴ്ച ഞാൻ വരാമെന്നൊക്കെ പറയും. അങ്ങനെ അടുത്ത ആഴ്ച വരാമെന്നൊക്കെ പറയാൻ നമുക്ക് എന്തെങ്കിലും യോഗ്യത ഉണ്ടോ? ഇല്ല. ഒരു സാന്ദർഭികമായ കഥ മഹാഭാരതത്തിലുണ്ടെന്നാണ് പറയുക. യഥാർത്ഥ മൂല മഹാഭാരതത്തിലുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും മഹാഭാരതത്തിലുണ്ട് എന്ന് പറഞ്ഞ പേരിൽ കേൾക്കുന്നൊരു കഥയാണ്. ഒരു ബ്രാഹ്മണൻ, അദ്ദേഹത്തിൻ്റെ കുറേ പശുക്കൾ ആരോ മോഷ്ടിച്ചു കൊണ്ടുപോവുക എന്തോ ചെയ്ത സമയത്ത് അത് പരാതിപ്പെടാൻ വേണ്ടിയിട്ട് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് വന്നു. ആ സമയത്ത് യുവരാജാവായിട്ടുള്ള ഭീമനാണ് രാജാവിൻ്റെ സ്ഥാനത്തിരിക്കുന്നത്. യുധിഷ്ഠിരൻ മറ്റെന്തോ കാര്യത്തിന് വേണ്ടി പോയിരിക്കുകയാണ്. അപ്പോൾ പ്രോക്സി കിങ് ആണ്. അപ്പോൾ ഭീമനോട് പറഞ്ഞു, ഇങ്ങനൊരു കാര്യമുണ്ട്, അപ്പം അന്താരാഷ്ട്ര പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരിക്കും, അതിൻ്റെ ഇടയ്ക്കാണ് ഈ പശുക്കളെ കാര്യം. അപ്പോൾ ഭീമൻ പറഞ്ഞു, അത് നാളെ നോക്കാം, നാളെ ഞാൻ അതിനുള്ള തീരുമാനം ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞു. ഉടനെ അദ്ദേഹം ആർത്താർത്ത് ചിരിക്കാൻ തുടങ്ങി. ഈ ബ്രാഹ്മണൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഭീമൻ ചോദിച്ചു, എന്താണ് നിങ്ങൾ ചിരിക്കുന്നത്? അല്ല ഭീമ മഹാരാജാവേ, അങ്ങ് മരണത്തെ തോൽപ്പിച്ചിരിക്കുന്നു. ചോദിച്ചു, അതെന്താ അങ്ങനെ പറയാൻ കാരണം? അല്ല, അപ്പം നാളെ അത് ചെയ്തു തരാമെന്ന് പറയാൻ നിങ്ങൾക്ക് എന്താ ഉറപ്പ്, നിങ്ങൾ ഇന്ന് മരിച്ചു പോകില്ലാന്ന്? അങ്ങനെ ഉറപ്പുണ്ടെങ്കിലല്ലേ അങ്ങനെ ഒരു വാക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. സാന്ദർഭികമായിട്ട് പറയട്ടെ, മുസ്ലിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാം എന്ന് പറയുന്നത്, അതായത് ഭവിഷ്യത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യം, ഭവിഷ്യത്തിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യത്തിന് അവർ അതിൻ്റെ ഒപ്പം ഇൻഷാ അള്ളാ എന്നൊരു വാക്ക് ചേർക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ? ദൈവം സഹായിച്ചിട്ട് നാളെ കാണാട്ടോ ഇൻഷാ അള്ളാ. നമ്മൾ പറയാറില്ല, നമ്മൾ അതിൻ്റെ മേലെയാണ് അല്ലേ, അഹം ബ്രഹ്മാസ്മി. അപ്പോൾ അതുകൊണ്ട് ആ അഹങ്കാരത്തിൻ്റെ പുറത്ത് ഞാൻ ഡേറ്റ് കൊടുത്താണിത്, ഈ വർഷം വരാമെന്ന്. ദൈവം സഹായിച്ചിട്ട് ഈ വർഷം വരാൻ പറ്റി. പക്ഷേ അപ്പോഴും ഞാൻ ആലോചിക്കും, ഒരു വർഷം കഴിഞ്ഞൊക്കെയുള്ള ഡേറ്റ് എങ്ങനെയാണ് കൊടുക്കുക? നാളത്തെ ഡേറ്റ് തന്നെ കൊടുക്കുമ്പം ഒരു സംശയം, ഒരു വർഷം കഴിഞ്ഞിട്ട് എന്തൊക്കെ ഒരാൾക്ക് സംഭവിക്കാം അല്ലേ? എന്തായാലും ഒരു വർഷം കഴിഞ്ഞു. ഈ കറക്റ്റ് സമയത്ത് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അതുകൊണ്ട് ആ സമയത്ത് ഇവിടെ ഉണ്ടാവാൻ പറ്റിയ സമയത്ത് ഈ മഹാസന്നിധിയിൽ, ഈ ക്ഷേത്രസന്നിധിയിൽ, മഹാദേവൻ്റെ ക്ഷേത്രസന്നിധി, ഞാൻ ചോദിക്കുകയായിരുന്നു, ദിലീപ് ജി ഇവിടെ ഉണ്ട്, ദിലീപ് ജിയോട് ചോദിക്കുക എന്താണ് ഭഗവാന്റെ ഭാവം എന്ന് ചോദിച്ചപ്പോൾ സതിയെ തലയിലെടുത്ത് നിൽക്കുന്ന ഭാവമാണെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഒരു ഭാവം എനിക്ക് തോന്നുന്നു ഭാരതത്തിൽ വേറെ എവിടെ ഉണ്ടോയെന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെ നോക്കുകയാണെങ്കിൽ വളരെ അപൂർവമായിട്ടുള്ള ഒരു സങ്കല്പമുള്ള ഒരു ക്ഷേത്രത്തിൻ്റെ സന്നിധിയിൽ സതീദഹനത്തിന് ശേഷമാണല്ലോ സതിയുടെ ശരീരവും കൊണ്ട് അദ്ദേഹം നടന്നു എന്ന് പറയുന്നത്. അപ്പം അത് വേറെ എവിടെയെങ്കിലും ഉണ്ടോ ആ രൂപത്തിലുള്ള പ്രതിഷ്ഠ എന്ന് ചോദിച്ചാൽ അറിയില്ല. സതീദഹനത്തിന് മുമ്പും സതീദഹന സമയത്തും, അല്ലെങ്കിൽ അതിന് ആ ദക്ഷഹന്താവായിരിക്കുന്ന രൂപത്തിലൊക്കെ പല സ്ഥലത്തും കണ്ടിട്ടുണ്ടെങ്കിലും, ഈ ദക്ഷഹന്താവ് ശിവനല്ല, എന്നാൽ പോലും ദക്ഷനെ ഇതാക്കുന്ന പോലെ ഉള്ള രൂപത്തിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഈ രൂപത്തിലുള്ളൊരു സ്ഥലം ഇല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.
പലപ്പോഴും വൈഷ്ണവരോട് സംസാരിക്കുന്ന സമയത്ത് ഭഗവാൻ ശിവൻ ഏറ്റവും വലിയ ഭാഗവതനാണ് എന്ന് പറയും. കാരണം ശിവഹൃദയത്തിൽ സദാ മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന മന്ത്രം രാമമന്ത്രമാണ് എന്നാണ് പറയുക. സദാ രാമമന്ത്രം മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ രാമായണത്തിൻ്റെ ഘടന നോക്കുമ്പോൾ തന്നെ രാമായണത്തിനൊരു ഉമാമഹേശ്വര സംവാദത്തിൻ്റെ ഘടനയാണുള്ളത്. ഉമാമഹേശ്വര സംവാദങ്ങൾ പൊതുവേ നമ്മൾ കണ്ടിട്ടുള്ളത് തന്ത്രഗ്രന്ഥങ്ങൾക്കാണ്. തന്ത്രഗ്രന്ഥങ്ങൾ നല്ലൊരു ശതമാനം എഴുതപ്പെട്ടുള്ളത് ഭൈരവി ഭൈരവ സംവാദമായിട്ടും ശിവശക്തി സംവാദമായിട്ടും ഉമാമഹേശ്വര സംവാദമായിട്ടും ഒക്കെയാണ്. അതേ രൂപത്തിൽ രാമായണത്തിന് ഒരു പ്രാമുഖ്യം ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് ശൈവർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമായിട്ട് രാമായണത്തെ കാണുന്നു. എപ്രകാരം ഭഗവത്ഗീത ശൈവർക്ക് പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ്, അപ്രകാരം ഒരു വൈഷ്ണവ കൃതി എന്ന് വിളിക്കാവുന്ന രാമായണത്തിന് ശൈവരുടെ ഇടയിൽ വലിയ വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് ശൈവർക്കും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. വൈഷ്ണവർ പറയുന്ന സമയത്ത് ഭഗവാൻ ശിവൻ പരമഭാഗവതനാണ് എന്ന് പറയാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ സദാ രാമമന്ത്രം മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. എന്തായാലും കേരളത്തിൻ്റെ പ്രത്യേക പരിതസ്ഥിതിയിൽ ഒരിക്കലും സംഭവ്യമാകാൻ സാധ്യതയില്ലാത്ത ഒന്നായിരുന്നു ഇങ്ങനെ ഒരു മാസം നീണ്ടു നിൽക്കുന്ന രാമായണ പാരായണം. ഭഗീരഥൻ ഗംഗയെ, ആകാശഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നതിലും പ്രയാസപ്പെട്ടിട്ടാണ് അങ്ങനെ ഒരു കർത്തവ്യം ഒരു കാലത്ത് കേരളത്തിൽ നടപ്പായത്. അത് തീർച്ചയായിട്ടും മാധവ്ജിയുടെയും പി പരമേശ്വർജിയുടെയും ഒക്കെ ഒരു ചിന്തയുടെ ഫലമായിട്ടാണ് കേരളത്തിലെ പഞ്ഞക്കർക്കിടകവും കള്ളക്കർക്കിടകവും മാറി രാമായണ മാസമായി ഈ മാസം മാറിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഒരു മാസ സമയം കേരളം മുഴുവൻ ഒരു വലിയ യജ്ഞം നടക്കുകയാണ്. പല സ്ഥലങ്ങളിലും രാമായണം അധീകരിച്ചുകൊണ്ടുള്ള പ്രഭാഷണങ്ങൾ നടക്കുകയാണ്. പലതരത്തിലുള്ള കാര്യങ്ങൾ നടക്കുകയാണ്. വീടുകളിൽ രാമായണം വായിക്കപ്പെടുകയാണ്. ലോകത്ത് ഇത്രയും അധികം പ്രചാരം നേടിയിട്ടുള്ള ഒരു കൃതി ഉണ്ടോ എന്ന് ചോദിച്ചാൽ രാമായണത്തെ പോലെ ഇല്ല എന്നാണ് പറയാം. മഹാഭാരതത്തിന് പോലും കിട്ടാത്ത ഒരു പ്രചാരം രാമായണത്തിന് കിട്ടിയിട്ടുണ്ട്. ഞാൻ ചെറിയ കുട്ടിയാവുന്ന സമയത്ത് സത്യത്തിൽ എൻ്റെ പേര് വരാൻ തന്നെ കാരണം രാമായണമാണ്. എൻ്റെ പേര് രാമാനന്ദ് എന്നാണ്. കാരണം ഞാൻ ജനിച്ച സമയത്ത് രാമാനന്ദ് സാഗർ സംവിധാനം ചെയ്ത രാമായണം ടെലികാസ്റ്റ് ഓടിക്കൊണ്ടിരിക്കുന്ന കാലത്താണ് ഞാൻ ജനിച്ചത്. ആ സമയത്ത് എൻ്റെ അച്ഛൻ്റെ അച്ഛൻ വലിയ താല്പര്യമുള്ള ആളാണ് ഇതിലൊക്കെ. അദ്ദേഹം ഈ രാമായണം ടെലികാസ്റ്റ് ദിവസവും കാണും. അഥവാ വീട്ടിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നാൽ അന്ന് വീട്ടിലൊരു VCR ഉണ്ട്. അച്ഛമ്മയെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് VCRൽ ഇത് റെക്കോർഡ് ചെയ്യാൻ. എന്നിട്ട് വന്നിട്ട് അത് കാണും. കാരണം അന്ന് റീടെലികാസ്റ്റ് ഇല്ല. നമുക്കൊക്കെ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, മഹാഭാരതവും രാമായണവും ടെലികാസ്റ്റ് ചെയ്ത സമയത്ത് ഭാരതത്തിൽ കല്യാണങ്ങൾ പോലും മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അഥവാ കല്യാണങ്ങൾ ആ സമയത്ത് മുഹൂർത്തം വന്നാൽ ആ കത്തിൻ്റെ അവസാനം എഴുതും രാമായണം ടെലികാസ്റ്റ് ഹാളിലുണ്ടാവുമെന്ന്. അപ്പോൾ ആളുകൾ താലി കെട്ടുന്നല്ല നോക്കുന്നത്, രാമായണം നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ എത്രയോ തവണ വായിച്ചതും അറിഞ്ഞതും കേട്ടതുമായിട്ടുള്ള രാമായണം കേൾക്കാൻ വീണ്ടും 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 പോയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഇവിടെ ഒരു രാമായണ നവാഹോ സപ്താഹോ അങ്ങനെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു മാസം നീണ്ടു നിൽക്കുന്ന രാമായണ പ്രഭാഷണം വെച്ച് കഴിഞ്ഞാൽ എത്രയോ ആളുകൾ അത് കേൾക്കാനായിട്ട് വന്നു കയറും. സത്യം പറഞ്ഞാൽ ഇതൊരു അത്ഭുതമാണ്. കാരണം ഇതിൻ്റെ അകത്ത് ഒരു ട്വിസ്റ്റോ ടേണോ ഇല്ല, എല്ലാ കഥയും നമുക്കറിയാം. പിന്നെ എന്തിനാണ് ഇപ്പോൾ ഇത് വീണ്ടും വീണ്ടും കാണുന്നത്? ഇപ്പോഴും രാമായണ സീരിയൽ എനിക്ക് തോന്നുന്നു ഏതോ ചാനലിൽ റൺ ചെയ്യുന്നുണ്ട്. അത് നിറയെ ആളുകൾ കാണുന്നുണ്ടാവും. നമുക്ക് എല്ലാവർക്കും അറിയാം ഇതൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. വീണ്ടും 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 രാമായണവും മഹാഭാരതമൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. പക്ഷെ ഞാൻ ചെറിയ കുട്ടിയാവുന്ന സമയത്ത് എൻ്റെ അച്ഛൻ എന്നെ അടുത്ത് കിടത്തിയിട്ട് കഥകൾ പറഞ്ഞു തരും. അപ്പോൾ കഥകൾ കേൾക്കാൻ എല്ലാ കുട്ടികൾക്കും ഇഷ്ടമാണ്. ഇന്നത്തെ കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കാനുള്ള ആളുകളില്ലാതെയായി പോകുന്നതാണ് പ്രശ്നം. അല്ലെങ്കിൽ കുട്ടികൾക്ക് അനുയോജ്യമായ വിധത്തിൽ പറഞ്ഞു കൊടുക്കണം. ഞാൻ ഇന്നാളൊന്ന് ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടു എൻ്റെ മോളെടുത്ത്. അവൾ പറഞ്ഞു അച്ഛാ ബോറടിക്കുന്നു, വേറെ കഥ പറയാൻ പറഞ്ഞു. അപ്പോൾ പുതിയ കുട്ടികളുടെ രീതി കഥ പറയാൻ നമുക്ക് അറിയില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അവൾക്ക് കഥ കേൾക്കണ്ടെന്നല്ല. അപ്പോൾ അവൾക്ക് കഥ പറഞ്ഞു കൊടുക്കാൻ നോക്കുന്നത് പോലെ എൻ്റെ അച്ഛൻ എനിക്ക് കഥ പറഞ്ഞു തരുമായിരുന്നു. അപ്പം എന്നോട് ചോദിക്കും ഏത് കഥയാണ് കേൾക്കാൻ ഇഷ്ടം? ഞാൻ പറയും മഹാഭാരതം എന്ന് പറയാനായിട്ടില്ല, അപ്പം മഹാഭാരതം എന്നേ പറയുള്ളൂ. മഹാഭാരതം എന്ന് പറയും. എത്ര തവണ ചോദിച്ചാലും ഞാൻ പറയും മഹാഭാരതം. അപ്പം അച്ഛൻ ചോദിച്ചു ഇന്ന് ഞാൻ രാമായണം പറയാം. രാമായണം കേൾക്കാൻ എനിക്കിഷ്ടമില്ല. രാമായണം കേൾക്കാൻ എനിക്കിഷ്ടമില്ലാത്ത എന്താണെന്നറിയോ? രാമായണം ഇന്നത്തെ കുട്ടികളെ ഭാഷ പറഞ്ഞാൽ ആകെ ഡാർക്ക് സീനാണ് അല്ലേ? ആകെ ഒരു വിഷമാണ് അല്ലേ? കാട്ടുപോവലും ദുരിതവും പിന്നെ രാവണനായിട്ടുള്ള യുദ്ധവും പിന്നെ സീതാപരിത്യാഗവും പിന്നെ അല്ലേ അഗ്നിപരീക്ഷയും സീതാപരിത്യാഗവും സീതയുടെ അല്ലേ, അതൊക്കെ കൊണ്ട് രാമായണം ഒരു വീരം ഉണ്ടാക്കുന്നില്ല.
പക്ഷെ മഹാഭാരതം അങ്ങനെയല്ല. മഹാഭാരതം വളരെ കളർഫുള്ളാണ്, ഇവൻറ്റ്ഫുള്ളാണ്. കേൾക്കുമ്പോൾ വളരെ വീരം ഉണ്ടാവുന്നത്. ചെറിയ കുട്ടിയാവുന്ന സമയത്ത് എൻ്റെ ഹീറോ അർജുനായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് എനിക്ക് ഫാൻസി ഡ്രസ്സ് ചെയ്യുമ്പോൾ എന്ത് രൂപം കെട്ടണം എന്ന് ചോദിച്ചപ്പോൾ അർജുൻ്റെ രൂപം കെട്ടണം എന്നാണ് പറഞ്ഞു. ആ ഫോട്ടോ എൻ്റെ അടുത്ത് ഇപ്പോഴും ഉണ്ട്. രാമൻ്റെ രൂപം കെട്ടണം എന്ന് പറഞ്ഞില്ല. പിന്നീട് വളരെ കാലം കഴിഞ്ഞപ്പോൾ ആണ് രാമായണത്തെ ഒന്ന് കുറച്ചും കൂടെ ആഴത്തിൽ നോക്കണം എന്നുള്ള ചിന്ത ഉണ്ടായത്. അപ്പോൾ ചെറിയ കാലത്തുള്ള ആ ഒരു താല്പര്യമില്ലായ്മ വലിയ കാലത്തേക്കും വ്യാപിച്ചു. എന്നാൽ പോലും പ്രഭാഷണത്തിനൊക്കെ വന്ന് നാട്ടുകാർ ചോദിക്കൂലേ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇതൊന്ന് കാര്യമായി ശ്രമിക്കണമല്ലോ എന്ന് നോക്കി. ആ സമയത്ത് അതിൽ ഏറ്റവും അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യം, രാമായണത്തിലും മഹാഭാരതത്തിലും നിറഞ്ഞു നിൽക്കുന്ന അതിൻ്റെ രസത്തെ അത് നമ്മുടെ ഉള്ളിലേക്ക് സന്നിവേശിപ്പിക്കുന്നു എന്നുള്ളതാണ്. ചെറിയ കുട്ടികളാവുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ, ഇപ്പോൾ അഭിനവഗുപ്തനൊക്കെ രസങ്ങളെക്കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് ഉണ്ടാവുക ബേസിക് ഇൻസ്റ്റിങ്ക്റ്റിൻ്റെ കൂടെ കിടക്കുന്ന ഒരു സാധനമാണ് വീരം. ചെറിയ കുട്ടികൾക്കാണ് ഇടി അടി ഇങ്ങനെയുള്ളതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. നേരെ മറിച്ച് കരുണ വളരെ പാകപ്പെട്ട ഒരു മനസ്സിന് മാത്രമേ സ്വീകരിക്കാൻ പറ്റുള്ളൂ. കരുണ എന്ന രസം പേറുന്ന രാമായണം എന്ന ഗ്രന്ഥം നമുക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ മനസ്സ് രാമായണത്തെ സ്വീകരിക്കാനുള്ള ഒരു വ്യാപ്തി നേടിയിട്ടുണ്ട്. മഹാഭാരതത്തെ നോക്കുമ്പോൾ അങ്ങനെയല്ല. മഹാഭാരതത്തെ നോക്കുന്ന സമയത്ത് ഒരു വീരരസമാണ്. മഹാഭാരതം കുറച്ചും കൂടെ നന്നായിട്ട് ആളുകളിലേക്ക് പറഞ്ഞു കൊടുക്കാനും ഒക്കെ പറ്റും. കുറേ ആളുകൾക്ക് അത് കേട്ടാൽ മനസ്സിലാവുകയൊക്കെ ചെയ്യും. പക്ഷെ രാമായണം മനസ്സിലാവാൻ അത്ര എളുപ്പമല്ല. അത് സൂക്ഷ്മമായ ബോധത്തിൻ്റെ തലത്തിൽ മാത്രമേ ഒരു വ്യക്തിയുടെ ഉള്ളിലേക്ക് പതിയുകയുള്ളൂ. കാരണം കരുണ എന്ന് പറയുന്ന രസം അത്ര എളുപ്പത്തിൽ മനുഷ്യന് പിടികിട്ടുന്ന ഒന്നല്ല. അതുകൊണ്ടാണ് ബുദ്ധനൊക്കെ ത്രിരത്നങ്ങളുടെ കൂട്ടത്തിൽ കരുണാമുദിതം മൈത്രി എന്ന ത്രിരത്നം പറഞ്ഞിരിക്കുന്നത്. പതഞ്ജലി കരുണാമുദിതം മൈത്രി ഉപേക്ഷ എന്നുള്ള 4 പറഞ്ഞിരിക്കുന്നു. കരുണ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അഷ്ടാവക്രനോട് ജനകൻ ചോദിക്കുന്നുണ്ട്, എപ്പോഴാണ് മുക്തി കിട്ടുക? കഥം ജ്ഞാനമവാപ്നോതി കഥം മുക്തിർ ഭവിഷ്യസി. ആ ചോദ്യത്തിൻ്റെ ഉത്തരം ക്ഷമാർജവതയോ തോഷ എന്നാണ്. ക്ഷമ, ആർജവം, ദയാ, തോഷം, ദയ. ആ ദയ എന്നുള്ള വികാരം, കരുണ എന്ന് പറയുന്ന വികാരം, ഇതൊക്കെ മനസ്സിലാവണമെങ്കിൽ, ക്ഷമ, ആർജവം, ദയ, സന്തോഷം, ഈ പറയുന്നതൊക്കെ മനസ്സിലാവണമെങ്കിൽ അതിന് മനസ്സിനൊരു പാകപ്പെടൽ നിശ്ചയമായിട്ടും ഉണ്ടാവേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് രാമായണം തീർച്ചയായിട്ടും പാകപ്പെട്ട മനസ്സുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഒരു പക്ഷേ മനുഷ്യൻ്റെ മനസ്സിനെ പാകപ്പെടുത്താൻ പര്യാപ്തമായ ഒന്നുകൂടെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും, ഡോക്ടർ ഇവിടെ ഇരിക്കുന്നുണ്ട്, ഞാൻ പറയാൻ അത്ര യോഗ്യനാണോ എന്ന് അറിഞ്ഞുകൂടാ, നമ്മുടെ ശരീരം ഏറ്റവും ഇളമിച്ചിരിക്കുന്ന സമയം കർക്കിടകമാണെന്നാണ് പറയുക, അല്ലേ? നമുക്ക് ഒരു അമാവാസി ഉണ്ട് ഈ സമയത്ത്. എന്താ? പാർവണ അമാവാസി. കർക്കിടകത്തെ പാർവണ അമാവാസി. പാർവണം എന്ന വാക്കിൻ്റെ അർത്ഥം പർവം എന്നാണ്. എന്താ പർവം? ഒരു കരിമ്പിൻ്റെ തണ്ട് ഇങ്ങനെ എടുത്താൽ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു കെട്ട് കാണാം. അതിനെയാണ് പർവം എന്ന് പറയാം. ആ കെട്ടില്ലെങ്കിൽ കരിമ്പ് പെട്ടെന്ന് പൊട്ടിപ്പോ. മുളയ്ക്കകത്തൊക്കെ അതുപോലെ കെട്ടുണ്ടാവും. അതെന്തിനെയാണ്? എന്താ ചെയ്യുന്നത്? ആ കരിമ്പിൻ്റെ തണ്ടിനെ ബലപ്പെടുത്തി നിർത്തുന്നതാണ് ഈ പർവ്വങ്ങൾ. അതുപോലെ ഒരു മാസത്തിൽ ഏറ്റവും ബലപ്പെടുത്തേണ്ട സ്ഥലം എവിടെയാണ്? ദുർബലമായിരിക്കുന്ന സ്ഥലമാണ്. ഒരു ചങ്ങലയുടെ ശക്തി എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും ദുർബലമായ കണ്ണിയുടെ ശക്തിയാണ് നമ്മൾ പറയും. ഒരു മാസത്തെ നമ്മൾ ചങ്ങലയാക്കി എടുത്താൽ അതിലേറ്റവും ദുർബലമായിരിക്കുന്ന സമയം അമാവാസിയാണ്. ശാസ്ത്രം അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ആയുർവേദം അംഗീകരിക്കും. ഞാൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് സൈക്കാട്രിയ, ഞങ്ങളും പുറത്ത് പറഞ്ഞില്ലെങ്കിലും ചെറുതായിട്ട് അംഗീകരിക്കും. ഈ വാവ് അടുക്കുന്ന സമയത്ത് മനോവ്യാപാരങ്ങളിൽ ഉണ്ടാവുന്ന മാറ്റം. അതുകൊണ്ട് പണ്ടൊക്കെ ഇംഗ്ലീഷുകാർ പോലും ലുനാറ്റിക് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ലൂണാർ മന്തുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്, അല്ലേ? ലുനസി എന്നായിരുന്നു ഭ്രാന്തിൻ്റെ ഒരു പേര്. അപ്പം നോക്കുമ്പോൾ ആ കർക്കിടകത്തിൽ ഏറ്റവും മനസ്സ് ഋജുവായിരിക്കുന്ന സമയത്ത്, ഏറ്റവും മനസ്സ് മൃദുലമായിരിക്കുന്ന സമയത്ത്, ആ മാസക്കാലം മുഴുവൻ നമ്മെ ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ പാകപ്പെടുത്താൻ വേണ്ടിയാണ് രാമായണ മാസാചരണം ആരംഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഒരു വർഷത്തിൽ ഏറ്റവും അനുയോജ്യമായ സമയം ഏതാണ് രാമായണം വായിക്കാൻ എന്ന് ചോദിച്ചാൽ അത് കർക്കിടകം തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എത്ര മഹിതമായ ചിന്തയാണത് എന്ന് ആലോചിക്കണം. വളരെ മഹിതമായ ചിന്തയാണത്. കാരണം മനസ്സും ശരീരവും ഇളമിച്ചിരിക്കുന്ന സമയത്ത്
അതിനെ പാകപ്പെടുത്തി എടുക്കാൻ എളുപ്പമാണ്. എങ്ങനെ? ഒരു ലോഹവേലക്കാരൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി, പഴുത്തിരിക്കുമ്പോഴാണ് അടിക്കേണ്ടത്, കട്ടിയായിരിക്കുമ്പോൾ അടിച്ചിട്ട് യാതൊരു കാര്യമില്ല. അതുകൊണ്ട് ട്രീറ്റ്മെൻറ്റൊക്കെ നല്ലൊരു ശതമാനം ട്രീറ്റ്മെൻറ്റൊക്കെ ഈ കർക്കിടക കാലത്താണ് ഉണ്ടാവുക. ശരീരത്തിന് എപ്രകാരം ആ ട്രീറ്റ്മെൻറ്റ് വർക്ക് ചെയ്യുന്നു അതുപോലെ മനസ്സിന് രാമായണമാകുന്ന ട്രീറ്റ്മെൻറ്റ് വർക്ക് ചെയ്യും. കാരണം അത് അത്യന്തം പാകപ്പെട്ടൊരു മനസ്സിൽ നിന്ന് പുറത്തേക്ക് ബഹിർഗമിച്ചിട്ടുള്ള ഒരു കരുണാധാരയാണ്. അതെന്താ അങ്ങനെ പറയാൻ കാരണം? കാരണം ആദ്യത്തെ ശ്ലോകം എഴുതപ്പെടുന്നത് എന്തിനെ കാണുമ്പോഴാണ്? ക്രൗഞ്ചമിഥുനങ്ങളിലൊന്നിനെ നിഷാദൻ അമ്പെയ്ത് കൊല്ലുന്ന അതിദാരുണമായ ഒരു കാര്യത്തിൽ നിന്നാണ് പറയുന്നത്. ഈ റൊമാൻറ്റിക് പോയറ്റ്സ് ഒക്കെ പറയുന്നത് പോലെ അല്ലേ, സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് ഇമോഷൻസ്, അതാണ് പോയട്രി എന്നാണ് പറയുക. ഇമോഷൻസ് റിക്കലക്റ്റഡ് ഇൻ ട്രാങ്ക്യുലിറ്റി അല്ല, സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് ഇമോഷൻസ്. മാനിഷാദ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് അങ്ങോട്ട് അതിശുദ്ധമായൊരു കാവ്യം ഒഴുകുകയാണ്. ആ കാവ്യം ബ്രഹ്മസമ്മതമാണ്. ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്നത്. ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടിട്ട് പറയാണ്, അല്ലയോ വാൽമീകി, ഇത് ഏറ്റവും ഉത്തമമായ കൃതിയാണ്. എന്തുകൊണ്ട് ഏറ്റവും ഉത്തമമായ കൃതിയാണ്? നിങ്ങൾക്ക് ദേഷ്യം പിടിച്ച് നിൽക്കുന്ന സമയത്ത് ഒരു കാരണവശാലും ചമയ്ക്കാൻ പാടില്ലാത്തതെന്ന് പറയുന്നതിന് അർത്ഥമല്ല, ചമയ്ക്കാൻ സാധിക്കാത്ത ഒന്നാണ് കവിത. ദേഷ്യം, അതായത് വികാരങ്ങൾ ഏറ്റവും തീവ്രമായി നിൽക്കുന്ന സമയത്ത് ഒരിക്കലും ചമയ്ക്കപ്പെടാൻ പാടില്ലാത്തതും അല്ലെങ്കിൽ ഒരുപക്ഷെ ചമയ്ക്കാൻ സാധിക്കാത്തതുമായ ഒന്നാണ് കവിത. പക്ഷേ ഇത്രയും ആ വികാരത്തിൻ്റെ തള്ളിച്ചയിൽ ശുദ്ധമായിക്കൊണ്ട് ആ കവിതയുടെ ധാരാപ്രവാഹിയായ കവിതയുടെ ഒഴുക്കുണ്ടായിരിക്കുന്നു. അതുകൊണ്ട് രാമായണം ബ്രഹ്മസമ്മതാണെന്ന് പറയാം. ഇതിലും മഹത്തരമായൊരു കൃതിയില്ല. നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ദേഷ്യം പിടിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മൾ വേദാന്തം പറയോ ഇല്ല. നമ്മുടെ കുട്ടി അല്ലെങ്കിൽ അപ്പുറത്തുള്ള ഒരാൾ വന്നിട്ട് നമ്മളെ വണ്ടിക്ക് ഒരൊറ്റ ഇടിയിടിച്ചപ്പോൾ ഇങ്ങനെ ഗ്ലാസ് താത്തിയിട്ട്, അല്ലയോ മഹാത്മാവേ, എന്തിനാണ് താങ്കളുടെ യാനം എൻ്റെ യാനത്തിൽ വന്ന് ഇപ്പോൾ ഇടിച്ചത് എന്ന് ചോദിക്കും ആരെങ്കിലും? ആരും ചോദിക്കൂല. നല്ല ഗദ്യഭാഷയിലല്ല പറയുക, നല്ല വാക്കിൻ്റെ തെറിക്കലാണ് തെറി എന്നാ പറയുക. വാക്കിൻ്റെ തെറിക്കൽ, ഇങ്ങനെ പോകുന്ന വാക്ക് തെറിച്ച് പോയാൽ അതിനെ തെറിയെന്ന് വിളിക്കും. കടമനിട്ട ഞാൻ പറഞ്ഞല്ല, നിങ്ങളെ നാട്ടുകാരനാണ് അല്ലേ. വാക്കിൻ്റെ തെറിക്കലാണ് തെറി. വാക്കിൻ്റെ ഘടനയിൽ നിന്ന് ചാടി അപ്പുറത്തുള്ള പല വാക്കുകളും അയാളെ വിളിക്കും. അയാൾ നമ്മളെ പിതൃപൈതാമഹന്മാരൊക്കെ ഓർമ്മിക്കും, നമ്മൾ തിരിച്ച് ഓർമ്മിക്കും. ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ. ദേഷ്യം പിടിച്ചാൽ ഒരു കാരണവശാലും കവിത നമ്മുടെ വാക്കിന്ന് വരില്ല. ഇവിടെ കവിത ധാരാപ്രവാഹിയായിട്ടുള്ള കവിത ഒഴുകിയിരിക്കുന്നു. ആ കാരണം കൊണ്ട് രാമായണം ബ്രഹ്മസമ്മതമാണ്. രാമായണം മനസ്സുകളെ പാകപ്പെടുത്തുവാൻ വേണ്ടി അവതീർണമായിട്ടുള്ളതാണ് എന്ന് ചുരുക്കം. ഇത് മാത്രമല്ല, രാമായണത്തിൻ്റെ പ്രചാരം ലോകം മുഴുവൻ, ഭാരതം മുഴുവൻ എന്ന് പറയുന്നത് അർത്ഥം ശരിയേ അല്ല. ലോകം മുഴുവൻ എന്നാണ് പറയുന്നത്. ലോകം മുഴുവൻ പ്രചരിക്കാൻ കാരണമായിട്ടുള്ളത്, ആ പ്രചരിക്കാൻ കാരണമായിരിക്കുന്നത് അതിൻ്റെ അകത്തൊരു വലിയ രഹസ്യം ഒളിച്ചിരിക്കുന്നതുകൊണ്ടാണ്. ഈ രഹസ്യം എന്താണെന്ന് ഞാൻ പറയാം. എൻ്റെ ഒരു സുഹൃത്ത്, എൻ്റെ സുഹൃത്തല്ല, എൻ്റെ ഭാര്യയുടെ സുഹൃത്താണ്, ഒരു വിദേശിയാണ്. റഫേൽ എന്നാണ് അവരുടെ പേര്. ഫ്രാൻസിൽ ജീവിക്കുന്ന ഒരാളാണ്. അവരൊരിക്കൽ കേരളത്തിൽ വന്ന സമയത്ത് എൻ്റെ വീട്ടിലായിരുന്നു താമസം. അപ്പം എന്നോട് പറഞ്ഞു, എനിക്കിന്ന് കൊട്ടിയൂർ പോകണം, വയനാട്ടിൽ പോയിട്ട് വേണം കൊട്ടിയൂർ പോകാൻ. ഞാൻ പറഞ്ഞു, ശരി, ഇങ്ങനെ പോയിക്കോളൂ. ഒരു കാറൊക്കെ വിട്ടു കൊടുത്തു. അവരതിൻ്റെ ഇടയ്ക്ക് നോർത്ത് ഇന്ത്യയിൽ എവിടേക്കോ കറങ്ങി വന്നതാണ്. കൊട്ടിയൂരൊക്കെ പോയി തിരിച്ച് വന്നപ്പം ഞാൻ ചോദിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര? അപ്പോൾ അവർ പറയുകയാണ്, എനിക്ക് ഭാരതത്തിൽ വന്നിട്ട് കുറേ അത്ഭുതങ്ങൾ കണ്ടു. അപ്പം ഞാൻ എന്താ കരുതുന്നത്, താജ്മഹൽ കണ്ടു, കുത്തബ് മിനാർ കണ്ടു, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തൊക്കെയോ കണ്ടു എന്ന് പറയാനാണ്. അപ്പോൾ ഇവരെന്നോട് പറയാണ്, ഭാരതത്തിൽ വന്നിട്ട് ഞാൻ പ്രധാനമായിട്ടും 3 അത്ഭുതങ്ങളാണ് കണ്ടത്. അതിൽ ഒന്ന്, ഇവിടെ എവിടെയും സൈൻ ബോർഡ് ഇല്ല മര്യാദയ്ക്ക്. കുറേ മുമ്പത്തെ കാര്യമായിട്ട് പറഞ്ഞത്, ഇപ്പോൾ കുറച്ചും കൂടി സൈൻ ബോർഡ് ഉണ്ടെന്നാണ് തോന്നുന്നത്. കൊട്ടിയൂർക്ക് പോകാൻ എവിടെയും സൈൻ ബോർഡ് ഇല്ല. അവർ പോകുന്ന സമയത്ത് എവിടെയും സൈൻ ബോർഡ് ഇല്ല. എങ്ങനെയാണ് പോകാമെന്നറിയാം, GPS മുമ്പുള്ള കാലമാണ്, എങ്ങനെയാണ് പോകാമെന്നറിയില്ല. പക്ഷേ റോട്ടിലിറങ്ങി ആരോട് ചോദിച്ചാലും കൃത്യം വഴി പറഞ്ഞാലും വേണം, അയാൾ കൂടെയും വരും, അവിടെ ആക്കി തരും. പക്ഷെ ഞങ്ങളുടെ നാട്ടിൽ എല്ലാ സ്ഥലത്തും സൈൻ ബോർഡ് ഉണ്ട്. പക്ഷെ ഒരു മിനിറ്റ്
ഒന്ന് നിർത്തി എങ്ങനെ അങ്ങോട്ട് പോകാമെന്ന് വെച്ചാൽ അവർ ചോദിക്കും സൈൻ ബോർഡ് നോക്കി പോയിക്കോളാൻ പറയും. ആ സംസ്കാരം ഞങ്ങളുടെ നാട്ടിലില്ല. ഇതൊരു അത്ഭുതമാണ് എന്ന് പറഞ്ഞു. നമുക്കത് അത്ഭുതമായി തോന്നില്ല, നമുക്ക് നിത്യേനുള്ള കാഴ്ചയാണ്, അതുകൊണ്ട് അത്ഭുതമായി തോന്നില്ല. രണ്ടാമത്തെ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ, കടകളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് എന്തെങ്കിലും സാധനം മേടിച്ചു, കുറച്ച് 1/2 കിലോ പഞ്ചസാര മേടിച്ചു. കടക്കാരൻ 1/2 കിലോ പഞ്ചസാര ഇങ്ങനെ അളന്ന് നമ്മുടെ സഞ്ചിയിലിട്ട് വരും. എന്നിട്ട് അയാൾ കുറച്ചും കൂടി സഞ്ചിയിലേക്ക് ഇടും. സത്യത്തിൽ 1/2 കിലോൻ്റെ പൈസയെ നമ്മൾ കൊടുക്കുന്നുള്ളൂ, പക്ഷേ അയാൾ 1/2 കിലോയും കുറച്ചധികം ഈ സഞ്ചിയിലേക്ക് ഇടുന്നു. അല്ലേ? നമ്മൾ അങ്ങനെയാണ്. ഇപ്പോൾ വീട്ടിൽ അരിയൊക്കെ മേടിക്കാൻ വരും. ഇപ്പം അങ്ങനെ ഒരു കാഴ്ചയില്ല. പണ്ടൊക്കെ വീട്ടിലൊക്കെ ആരെങ്കിലും വന്ന് അരി ഇല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ ജാനുവടുത്തിൻ്റെ വീട്ടിൽ പോയിട്ട് അരി മേടിച്ചുകൊണ്ടുവരണൊക്കെ അമ്മ പറയും. അപ്പം നമ്മൾ ഓടും, ജാനുവടുത്തി കുറച്ച് അരി തരും നോക്കുമ്പോൾ അരി തരും. അപ്പോൾ അരി കുറച്ച് വാരി അധികം കുറച്ച് തരും, കുറച്ച് അങ്ങോട്ടും നുള്ളിയിടും, ഇവിടെ കാലിയായി പോകണ്ടെന്ന് വെച്ചിട്ട്. അങ്ങനെ ചില സംസ്കാരമൊക്കെ ഉണ്ട്, ഇടപെടലൊക്കെ ഉണ്ട്. ഉപ്പ് കയ്യിൽ കൊടുക്കൂല, അല്ലേ? ഉപ്പ് കൈ കൊടുക്കുമോ? ഉപ്പ് കൈ കൊടുക്കൂല എന്ന് പറയും. അതെന്താ അത്? ഉപ്പ് കൈ കൊടുത്താൽ കടം കയറി മുടിഞ്ഞു എന്നൊക്കെയാണ് പറയുക. അങ്ങനെ എന്തൊക്കെയോ പറയും. അതുകൊണ്ടല്ല, ഉപ്പ് ഏറ്റവും വില കുറഞ്ഞ സാധനം, അത് കൈ കൊടുക്കരുത്, കുറച്ച് നന്നായി ഒരു പാത്രത്തിൽ കൊടുത്തോളാനാണ് പറയുന്നത്. അപ്പം എന്തൊരു പിശുക്കനായിരിക്കും ഉപ്പ് കൈ കൊടുക്കുന്നവൻ. കടുക് കൈ കൊടുക്കരുത്, കാരണം കടുക് കയ്യിലിട്ടാൽ അത് ഉരുണ്ട് വീണു. കുട്ടികളൊക്കെ അത് വാങ്ങാൻ വരിക, അത് കുട്ടികൾ അവിടെ എത്തുമ്പോഴേക്ക് കടുക് ഉണ്ടാവില്ല. അതുകൊണ്ട് കടുക് കൈ കൊടുക്കരുത്, ഉപ്പ് കൈ കൊടുക്കരുത് എന്നൊക്കെ ലോജിക്കലായിട്ടുള്ള കോമൺ സെൻസ് ഉള്ള ചില കാര്യങ്ങൾ നമുക്കുണ്ട്. അതുപോലെ ഒന്നാണ്, ഇവർ എത്രയായാലും കുറച്ചധികം വാരിയിടുന്നു. ഇത് അവർക്ക് വലിയ അത്ഭുതമായി. ഇവർ ചോദിച്ചു, ഇത് എന്തിനാ അങ്ങനെ തരുന്നത്? എനിക്ക് മനസ്സിലാവുന്നത്, കാരണം അവരുടെ നാട്ടിൽ സൂപ്പർ മാർക്കറ്റുകൾ ഇപ്പം എല്ലാ സ്ഥലത്തും എങ്ങനെയാ കേട്ടോ. അവരുടെ നാട് എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ നാടാണ്, അന്ന് അവരുടെ നാട് എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ നാടാണ്. സൂപ്പർ മാർക്കറ്റുകളിൽ 1 കിലോ പഞ്ചസാര മേടിച്ചാൽ അത് 1 കിലോ കൃത്യമായിരിക്കും. ഒരു ഇത്തിരി പോലും തൂക്കം, കടുകിട തൂക്കം അങ്ങോട്ടും ഇങ്ങോട്ടും മാറില്ല. ഇവിടെയാണെങ്കിൽ കുറച്ച് അധികം തരുന്നു. ഇതൊക്കെ എന്താണ് സംഭവം? അവർക്ക് അത്ഭുതം അത് കേട്ടിട്ട്. ഞാൻ പറഞ്ഞു, ഇത് ഭാരതത്തിൻ്റെ സമൃദ്ധിയാണ്. ആ സമൃദ്ധിയാണ് നമ്മൾ കാണിക്കുന്നത്. കാരണം നമ്മൾ സമൃദ്ധമായിട്ടുള്ള ഒരു രാഷ്ട്രമായിരുന്നുള്ള ഓർമ്മ നമ്മുടെ അച്ഛനോ അച്ഛൻ്റെ അച്ഛനോ ഇല്ലെങ്കിലും അതിന് മുമ്പത്തെ ഒരു തലമുറയ്ക്ക് അറിയായിരുന്നു, ഞങ്ങൾ സമൃദ്ധമായി ജീവിച്ച ആളുകളുടെ മുൻമുറക്കാരാണ്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ജീനിലൂടെ അത് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ഞാൻ അത്ര ഇതല്ല. അതുകൊണ്ടാണ് ഭാരതീയർക്ക് ഭയങ്കര അഭിമാനബോധമെന്നാണ് പറയാം. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, പട്ടിണി കിടന്നാലും മുറുക്കി കെട്ടി നടക്കണം, അല്ലേ? കാണം വിറ്റും ഓണം ഉണ്ണണം എന്നൊക്കെ പറയുന്നത് ഒരു അഭിമാനബോധത്തിൻ്റെ ഭാഗമാണ്. ഞാൻ പറഞ്ഞത് ഭാരതത്തിൻ്റെ സമൃദ്ധിയാണ്. അവർ രണ്ടാമത്തെ ഒരു അത്ഭുതം എന്നോട് പറഞ്ഞു, അല്ലേ? മൂന്നാമത്തെ അത്ഭുതം. 2 പറഞ്ഞില്ലേ? അപ്പം നിങ്ങൾ പറയണ്ടേ, രണ്ടാമത്തെ അല്ല മൂന്നാമത്തെ പറയണ്ടേ? ശരി, മൂന്നാമത്തെ അത്ഭുതം പറഞ്ഞില്ല, ഞാൻ തെറ്റിപ്പോലെ പിന്നെയും അവിടെ കിടന്ന് തിരിയൂലേ? ശരി, അപ്പം മൂന്നാമത്തെ അത്ഭുതം പറഞ്ഞു. എന്താ മൂന്നാമത്തെ അത്ഭുതം? ആ അത്ഭുതം അവസാനം പറയാം. ആ അത്ഭുതമാണ്, സിനിമക്കാരെങ്ങനെയാണ് ആദ്യം ഒരു ട്വിസ്റ്റ് വയ്ക്കും, അതുപോലെ ആ അത്ഭുതം അവസാനം പറയാം. ആ അത്ഭുതമാണ് രാമായണത്തിൻ്റെ അകത്തിരിക്കുന്ന അത്ഭുതം. ആ അത്ഭുതം കാരണമാണ് രാമായണം ലോകം മുഴുവൻ പ്രസിദ്ധമായിട്ടുള്ളത്. അപ്പം ലോകം മുഴുവൻ രാമായണം പ്രസിദ്ധമായി എന്ന് പറയുമ്പം ഭാരതത്തിൻ്റെ വെളിയിലേക്ക് പോയിട്ടുണ്ടോ? അഫ്ഗാനിസ്ഥാനിലേക്ക് പോയിട്ടുണ്ടോ? ഉണ്ട്, അഫ്ഗാനിസ്ഥാനിലേക്ക് പോയിട്ടുണ്ട്. ഇറാൻ്റെ അടുത്ത് വരെ കുഴിച്ചപ്പോൾ രാമായണത്തിൻ്റെ ചില ഭാഗങ്ങൾ കിട്ടിയെന്നാണ് പറയുന്നത്. ഫാർ ഈസ്റ്റ് ഏഷ്യ, നമ്മുടെ ഇങ്ങോട്ട് ലാവോസ്, കംബോഡിയ, വിയറ്റ്നാം, ജാവ വരെ നീണ്ടു കിടക്കുന്ന നമ്മുടെ അപ്പുറത്തെ ഭാഗം, കിഴക്കൻ ഭാഗം, ആ ഭാഗത്ത് വളരെ പ്രചാരം നേടി. ഭാരതത്തിൻ്റെ മുകളിലേക്ക് ടിബറ്റ്, ചൈന ഭാഗങ്ങളിലേക്ക് രാമായണത്തിൻ്റെ പ്രചാരം, ജപ്പാനിലേക്കും ബർമ, ജപ്പാൻ ആ ഭാഗത്തേക്കുള്ള രാമായണത്തിൻ്റെ പ്രചാരം, താഴേക്ക് കടലിൽ നോക്കാൻ ശ്രീലങ്കയിലേക്കുള്ള രാമായണത്തിൻ്റെ പ്രചാരം. ഭാരതത്തിൻ്റെ അകത്ത് തന്നെ എന്തൊക്കെ രൂപത്തിലുള്ള രാമായണങ്ങൾ ഉണ്ടായി. ഡോക്ടർ ഇവിടെ സംസാരിച്ച സമയത്ത് രാമചരിതമാനസത്തെക്കുറിച്ച് പറഞ്ഞു. മൂലകൃതി തീർച്ചയായിട്ടും വാൽമീകിയുടെ രാമായണം തന്നെയാണ്. വാൽമീകിയുടെ രാമായണത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, രാമൻ എന്ന് പറയുന്ന ഒരു വ്യക്തിത്വത്തെ മനുഷ്യൻ എന്ന് പറയുന്ന അളവുകോലുകൊണ്ട് കണക്കാക്കിയിരിക്കുന്നു. കൃഷ്ണൻ നമ്മൾ പൂർണ്ണാവതാരം എന്നാണ് പറയുക. മനുഷ്യാവതാരം എന്ന് പൂർണ്ണമായി പറയാൻ പറ്റുന്നത് രാമനെ തന്നെയാണ്. രാമന് മനുഷ്യനുണ്ടായിട്ടുള്ള എല്ലാവിധ പ്രശ്നങ്ങളും അനുഭവിക്കുന്നുണ്ട്. ചെറിയ കുട്ടിയാകുമ്പം വിശ്വാമിത്രൻ വന്ന് കൂട്ടിക്കൊണ്ടുപോയി കാട്ടിലേക്ക്. എന്തിനാ? താടക, അവളെ പേടിച്ചാലും വഴി നടക്കുന്നില്ല, അതുകൊണ്ട് കൂട്ടിക്കൊണ്ടുപോയി, അല്ലേ? വയലാർ പറഞ്ഞ പോലെ താടക എന്ന ദ്രാവിഡ രാജകുമാരി, വയലാറിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഇതാണ് കേട്ടോ അത്. പോട്ടെ, കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അവിടെ കൂട്ടിക്കൊണ്ടുപോയി. താടക ഒച്ചയും വിളി ഉണ്ടാക്കി ഓടി വരുന്ന സമയത്ത് വില്ല് കുലയ്ക്കൂ രാമ, ശരം തൊടുക്കൂ എന്ന് പറയുമ്പോൾ രാമ അങ്ങനെ വില്ല് കൊലിച്ചിട്ട് ആലോചിച്ച് നിൽക്കുക.
വിശ്വാമിത്ര ചോദിച്ചാൽ എന്തേ? ഒരു സ്ത്രീയല്ലേ അത്? വിശ്വാമിത്രൻ ഇപ്പം വെച്ചോ ഇല്ലെങ്കിൽ നിന്നെ എന്നെയൊക്കെ കൂടി അത് പിടിച്ചു തിന്നും. അങ്ങനത്തെ ഒരു ധർമ്മശങ്ക രാമനിലുണ്ട്, നമുക്കൊക്കെ ഉണ്ടാവുന്ന പോലെ. കൃഷ്ണനെ നോക്കൂ, അങ്ങനെ ഒരു ധർമ്മശങ്ക ഉണ്ടോ? ധർമ്മശങ്ക ഇല്ല. പൂതന അമ്മയുടെ രൂപത്തിലാണ് വന്ന്, മുലപ്പാൽ കൊടുത്ത് കൊല്ലാനാ വന്ന്, എന്നാ പിന്നെ മുല പിടിച്ച് കൊല്ലാന്ന് വിചാരിച്ചു. ഒരു ധർമ്മശങ്കയില്ല, ഇതൊരു സ്ത്രീയല്ലേ, മുല പിടിച്ച് കൊല്ലാവോ എന്നുള്ള സംശയമൊന്നും കൃഷ്ണനില്ല. അത്തരത്തിലുള്ള മനുഷ്യൻ്റെ തരത്തിലുള്ള യാതൊരുവിധ പ്രശ്നങ്ങളും കൃഷ്ണന് പലപ്പോഴും നമ്മൾ കാണുന്നില്ല. കണ്ടിട്ടുണ്ടോ കൃഷ്ണൻ കരയുന്ന സന്ദർഭം മഹാഭാരതത്തിൽ കണ്ടിട്ടുണ്ടോ? കരയുന്നുണ്ടെങ്കിൽ ചെറിയ എന്തോ ഒരു നമ്പറാണത് എന്നേ പറയാൻ പറ്റുള്ളൂ. നമ്പർ എന്ന് പറയില്ലേ നമ്മുടെ നാട്ടിൽ, ചെറുതായി ആളെ പറ്റിക്കാൻ വേണ്ടി കാണിക്കുന്ന ഒരു പരിപാടിയാണ് നമ്പർ. അങ്ങനെ പല നമ്പറുകളുണ്ട് അയാളുടെ അടുത്ത് പോലെ. അതുപോലത്തെ ഒരു നമ്പറായിട്ട് മാത്രമേ കരയുന്നത് കാണാൻ പറ്റുള്ളൂ. ദേഷ്യം പിടിക്കുന്നത് കാണാൻ പറ്റുമോ? ഇല്ല. ദേഷ്യം പിടിച്ചോ നേരത്തെ ഞാൻ പറഞ്ഞ പോലത്തെ ഒരു നമ്പറാ. യുദ്ധവേദിയുടെ നടുക്ക് നിന്നുകൊണ്ട് ഭീഷ്മർക്ക് നേരെ ചക്രമെടുത്ത് ആക്രമിക്കാൻ പോയത് ഞാൻ ആയുധമെടുക്കില്ല എന്ന പ്രതിജ്ഞയുടെ മേലെയാണ്. ഇപ്പൊ പ്രതിജ്ഞാബദ്ധനാണോ? മനുഷ്യനുണ്ടാക്കിയ പ്രതിജ്ഞയിൽ അദ്ദേഹം ബന്ധിതനാക്കപ്പെടുന്നില്ല. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് മഹാഭാരത യുദ്ധം മുഴുവൻ കഴിഞ്ഞിട്ട്, മഹാഭാരതം വായിച്ചാൽ കാണാം, ഗാന്ധാരി ശാപദാന പർവം എന്ന് പറഞ്ഞൊരു പർവമുണ്ട്. ആ ഭാഗത്ത് ഗാന്ധാരി നിർത്തി, ഇന്നത്തെ ഭാഷ പറഞ്ഞാൽ റോസ്റ്റ് ചെയ്ത് കളയുന്നുണ്ട് കൃഷ്ണനെ. നീ കാരണമാണ് ഈ കുരുവംശം മുടിഞ്ഞത്, എൻ്റെ മരുമക്കളൊക്കെ വിധവകളായി കാണാൻ കാരണം നീയാണ്, എൻ്റെ മക്കളുടെ പാരമ്പര്യമില്ലാതെയായി പോവാൻ കാരണം നീയാണ്, ഈ കുരുവംശത്തെ നീ രക്തപ്പുഴയിൽ ആറാടിച്ചു, നീ മഹാദുഷ്ടനാണ് എന്നൊക്കെ കൃഷ്ണനെ ചീത്ത പറയുന്നുണ്ട്. അപ്പോൾ ഭഗവാൻ ചിരിച്ചുകൊണ്ട് കേൾക്കുകയാണല്ലേ, അങ്ങനെയാണല്ലേ, ഇതുപോലെ നിന്റെ കുടുംബവും നശിച്ചു പോട്ടെ. ആയിക്കോട്ടെ, ഒരു പ്രയാസമില്ല. ദ്വാരകയിലേക്ക് വരുന്ന സമയത്ത് അവസാനത്തെ ആ സന്ദർഭത്തിൽ ആദ്യത്തെ നമ്മൾ സാമ്പൻ്റെ കഥയൊക്കെ അറിയാം, ഒലക്ക പ്രസവിച്ച കഥ അറിയാം. ആദ്യമായി ആ പുല്ലെടുത്ത് ആദ്യ തടി അടിക്കുന്ന ആരറിയോ? മഹാഭാരതം വായിച്ചാൽ കാണാൻ ആദ്യ തടി കൃഷ്ണനാ. പിന്നെ അവിടെ ഇല്ല, പിന്നെ നേരെ പ്രഭാസപട്ടണത്തിലേക്ക് പോയി. എന്നിട്ട് എന്താ ചെയ്യുന്നത്? നമ്മൾ കേട്ടിട്ടുണ്ട്, റോമാ നഗരം കത്തിയെരിയുമ്പോൾ വീണ വായിച്ചു നീറോ ചക്രവർത്തി എന്നൊക്കെ പറയുന്നുണ്ട്. ദ്വാരക മുങ്ങിത്താഴുന്നു അല്ലേ, പരസ്പരം ബന്ധുക്കൾ അടിച്ചു മരിക്കുന്നു. ആ സമയത്ത് ഭഗവാൻ മുരളിക എടുത്ത് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക. എന്ന് വെച്ചാൽ സാധാരണ നിലയിൽ ഒരു മനുഷ്യന് മനസ്സ് ചാഞ്ചല്യപ്പെട്ടു പോകുന്ന ഒരു സ്ഥലത്ത് പോലും നമുക്ക് കൃഷ്ണൻ മനസ്സ് ചഞ്ചലപ്പെട്ടു പോകുന്നത് കാണാൻ പറ്റില്ല. പക്ഷെ രാമനെ നമുക്ക് പല സ്ഥലത്തും അങ്ങനെ കാണാൻ പറ്റുന്നു. അങ്ങനെ കാണാൻ പറ്റുന്നത് രാമൻ്റെ ഒരു പോരായ്മയല്ല, നമുക്ക് രാമനോട് ഐക്യപ്പെടാനുള്ള ഏറ്റവും കൂടുതൽ സാധ്യത അത് തരുന്നു. കൃഷ്ണനോട് നമുക്ക് അങ്ങനെ ഐക്യപ്പെട്ടിട്ട് കൃഷ്ണനെ പോലെ ജീവിക്കാൻ സാധ്യമല്ല. ജീവിക്കാൻ സാധ്യമാണോ? നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല. കൃഷ്ണനെ അതുകൊണ്ട് തന്നെ ഭാരതത്തിൻ്റെ മര്യാദാ പുരുഷൻ, ഉത്തമ പുരുഷൻ, മാതൃകാ പുരുഷൻ ആരാവണമെന്ന ചോദ്യത്തിന് രാമനാവണമെന്ന് പറയാൻ കാരണം, രാമനെ പോലെ ഒരു മനുഷ്യന് ജീവിക്കാൻ സാധിക്കുള്ളൂ. കൃഷ്ണനെ പോലെ ജീവിക്കൽ സാധാരണക്കാരന് സാധ്യമല്ല. മഹായോഗികൾക്കൊക്കെ പറ്റും. കൃഷ്ണനെ പോലെ ജീവിക്കാൻ സാധാരണക്കാരന് സാധ്യമല്ല, രാമനെ പോലെ ജീവിക്കാൻ സാധ്യമാണ്. അങ്ങനെ രാമൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിൻ്റെ പലതരത്തിലുള്ള മാനസിക വ്യാപാരങ്ങൾ നോക്കുമ്പോൾ നമുക്കറിയാം, ആദികവി രാമനെ ഒരു മനുഷ്യനായിക്കൊണ്ട് അവതരിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് അതിൻ്റെ മൂല്യവ്യവസ്ഥിതി മുഴുവൻ ചുറ്റപ്പെട്ടിരിക്കുന്നത് മാനവ കേന്ദ്രീകൃതമായ ഒരു മൂല്യവ്യവസ്ഥിതിയിലാണ്. മനുഷ്യർക്കുള്ള എല്ലാ വികാരങ്ങളും അതിൻ്റെ അകത്ത് ചർച്ച ചെയ്തിട്ടുള്ളത് കാണാൻ പറ്റും. സൂക്ഷ്മമായിട്ടുള്ള, അദ്ദേഹം സംസാരിച്ച സമയത്ത് എല്ലാ മാതൃകകളും രാമായണത്തിൽ കാണാൻ പറ്റും. സഹോദരൻ എങ്ങനെ ആവണം, എങ്ങനെ ആവരുത്. എന്തായിരുന്നു രാവണൻ്റെ ഏറ്റവും വലിയ പരാജയമെന്ന് ചോദിച്ചാൽ വിഭീഷണനായിരുന്നു എന്ന ഉത്തരം. എന്തായിരുന്നു രാമൻ്റെ ഏറ്റവും വലിയ വിജയമെന്ന് ചോദിച്ചാൽ ലക്ഷ്മണനായിരുന്നു എന്ന ഉത്തരം. ഭ്രാതാവ് കൂടെ ഉണ്ടാവാതെ വന്നു. ഉള്ള ഭ്രാതാവോ 6 മാസം ബോധമുള്ളൂ, 6 മാസം ഉറങ്ങിക്കളയും. പിന്നെ ഉള്ളത് ഒരു ഭഗിനിയാണ്. അത് ആണെങ്കിൽ അംഗഭംഗം നേരിടുകയും ചെയ്തു. രാവണനാണ് സത്യത്തിൽ അവിടെ വികലാംഗൻ. പക്ഷെ രാമൻ, ലക്ഷ്മണൻ എന്ന് പറയുന്ന ഒരൊറ്റ ആൾ കൂടുള്ളതിൻ്റെ പേരിൽ ശക്തനാണ്. സാഹോദര്യ ബന്ധത്തിൻ്റെ തീവ്രത. സമ്പാദി ജടായു ആകാശത്തേക്ക് സൂര്യനൊപ്പം പറക്കാൻ നോക്കുന്ന സമയത്ത്
തൻ്റെ അനിയൻ്റെ ചിറക് കത്തിപ്പോകുമല്ലോ എന്ന് കരുതി പൊതിഞ്ഞു പിടിച്ച് മരിക്കുന്ന സമ്പാദി. അങ്ങനെ ഒരു ഭാഗം. അതുപോലെ എത്ര 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 സന്ദർഭങ്ങളിൽ നമുക്ക് അങ്ങനെയുള്ള മാനുഷികമായിട്ടുള്ള വികാരങ്ങൾ കാണാൻ സാധിക്കും. വാൽമീകിയുടെ രാമായണം തീർച്ചയായിട്ടും ഒരു മനുഷ്യ കേന്ദ്രീകൃതമായ അല്ല ഒരു മനുഷ്യനായിക്കൊണ്ട് രാമനെ അവതരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ടുള്ള ആ ഡിവിനിറ്റി, ആ ദിവ്യത്വത്തെ മുഴുവൻ, ദിവ്യപരിവേഷത്തെ മുഴുവൻ മാറ്റി വെച്ചുകൊണ്ട് നമുക്ക് നമ്മളെപ്പോലെ ഒരാൾ എങ്ങനെയാണ് ഇത് കടന്നുപോയത് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് എഴുതിയിട്ടുള്ളത്. അത് മൂലരാമായണം. ഇനി അതേ സമയത്ത് ആധ്യാത്മരാമായണത്തിലേക്ക് വരുന്ന സമയത്തോ, അധ്യാത്മരാമായണം പലപ്പോഴും ബ്രഹ്മാണ്ഡ പുരാണ അന്തർഗതമാണെന്നും വ്യാസനിലാണ് അതിൻ്റെ കർത്തൃത്വം ആരോപിക്കാറുള്ളത്. ഇപ്പോൾ വ്യാസനിൽ ആരോപിച്ചപ്പോൾ വ്യാസൻ എഴുതിയ രാമായണമുണ്ട്, വാൽമീകി എഴുതിയ രാമായണം ഉണ്ടെന്ന് ചുരുക്കം. വ്യാസൻ ഇതല്ലാതെ എഴുതിയിട്ടുണ്ട്. മഹാഭാരതത്തിൻ്റെ ഇടയിൽ ഒരു രാമായണം വരുന്നുണ്ട്. മഹാഭാരതത്തിൻ്റെ ഇടയിൽ രാമായണമുണ്ട്, മഹാഭാരതത്തിൻ്റെ ഉള്ളിലൊരു രാമായണമുണ്ട്. വനവാസത്തിൻ്റെ സമയത്ത് പാഞ്ചാലിയെ ജയദ്രഥൻ കട്ടുകൊണ്ട് പോകും. അവസാനം ഇവരെല്ലാവരും കൂടെ പോയി മോചിപ്പിച്ചു കൊണ്ടുവരും. ജയദ്രഥൻ അറിയാമല്ലോ, ദുശ്ശളയുടെ ഭർത്താവാണ്. ആ സമയത്ത് ഒന്നാമത് കാട്ടിൽ ഇത്രയും കഷ്ടപ്പാട്. ആ സമയത്ത് യുധിഷ്ഠിരൻ ചോദിക്കുന്നുണ്ട്, എന്നെപ്പോലെ ഗതികെട്ട വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന്. സ്വന്തം ഭാര്യയെ ഇങ്ങനെ ഒരാൾ പിടിച്ചു കൊണ്ടുപോകുന്ന സന്ദർഭമുണ്ട്. എന്നെപ്പോലെ ഗതികെട്ട വേറെ ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ പറയാം, നീ മാത്രമല്ല പണ്ടൊരാളുണ്ടായിരുന്നു, പേര് ശ്രീരാമൻ എന്നാണ് എന്ന് പറഞ്ഞിട്ട് ഒരു രാമകഥാഖ്യാനം രാമായണത്തിൻ്റെ അകത്ത്, അല്ല മഹാഭാരതത്തിൻ്റെ അകത്ത് രാമായണത്തിന് കാണുന്നുണ്ട്. അതല്ലാതെ അധ്യാത്മരാമായണം എഴുത്തച്ഛനിലേക്ക് വരുമ്പോൾ രാമൻ എന്ന് പറയുന്ന ദിവ്യത്വത്തോട് കൂടിയിരിക്കുന്ന വിഷ്ണുവിൻ്റെ അവതാരമായിരിക്കുന്ന രാമൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ മനുഷ്യനായിക്കൊണ്ടുള്ളൊരു രാമൻ, ദൈവമായിക്കൊണ്ടുള്ളൊരു രാമൻ. നമ്മൾ പലപ്പോഴും ദൈവമായിക്കൊണ്ടുള്ള രാമൻ്റെ കൃതിയാണ് വായിക്കാറുള്ളത്. അധ്യാത്മരാമായണമാണ് നമ്മൾ പാരായണത്തിനായിട്ട് എടുക്കാറില്ല. വാൽമീകി രാമായണം ചെയ്യുന്നവരുണ്ടോ അറിയില്ല, ഉണ്ടാവുമായിരിക്കും. ചില ആളുകൾ, താല്പര്യമുള്ള ആളുകൾ ചെയ്യുന്നുണ്ടാവും. എന്നാൽ കൂടുതലും കേരളത്തിൽ പ്രചാരം അധ്യാത്മരാമായണത്തിനാണ്. അപ്പം ദൈവമായി കാണാൻ പറ്റുന്ന വലുപ്പം, മനുഷ്യനായി കാണാൻ പറ്റുന്ന വലുപ്പം, ഇത് രണ്ടും രാമൻ എന്ന് പറയുന്ന കഥാപാത്രത്തിനുണ്ടെന്ന് പറയാം. അപ്പം ഹിന്ദു എന്ന് പറയുന്ന ഒരു ജനതയുടെ വിശ്വാസ സംഹിതയിൽ മാത്രമല്ല, അവിടുന്ന് കടന്ന് ബൗദ്ധരിലേക്ക് വരുമ്പോൾ ബൗദ്ധർക്ക് ഒരു രാമായണം, ദശരഥ ജാതകം എന്നതിൻ്റെ പേര്. അതിൽ രാമപണ്ഡിത എന്നാണ് രാമൻ്റെ പേര്. രാമൻ ഒരു ബോധിസത്വനായിരുന്നു എന്നാണ് ബൗദ്ധർ പറയുന്നത്. അതിൻ്റെ അകത്ത് എന്തില്ല? അതിൻ്റെ അകത്ത് ഭരതനും കൈകേയിയും ഈ പറയുന്ന കഥയൊക്കെ ഉണ്ട്. രാമൻ്റെ വനവാസമുണ്ട്. ഇന്ന് അത് കഴിഞ്ഞ് തിരിച്ചു വരുന്നുണ്ട്. ആരില്ല? രാവണനില്ല, സീതാപഹരണമില്ല. സീതാപഹരണം എന്ന് പറയുന്നൊരു എപ്പിസോഡേ ബൗദ്ധർ വായിക്കാറില്ല, അല്ലെങ്കിൽ ഇല്ല. എന്തുകൊണ്ടില്ല? സീതനെ അപഹരിച്ചാൽ യുദ്ധം ചെയ്യണം. യുദ്ധം ചെയ്താൽ അതിൻ്റെ അകത്ത് എന്തുണ്ട്? ഹിംസ ഉണ്ട്. അതുകൊണ്ട് ഹിംസ എന്ന് പറയുന്ന തത്വത്തെ എവിടെയൊക്കെ ഒഴിവാക്കാൻ പറ്റുമോ അതിനെ മുഴുവൻ ഒഴിവാക്കിക്കൊണ്ട് ബൗദ്ധർ ദശരഥ ജാതകം എന്ന പേരിൽ രാമായണത്തെ സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പൊ ബൗദ്ധർ ഹിന്ദു ഇതിൽ നിന്ന് മാറി സഞ്ചരിക്കുന്നവരാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് തന്നെയാണ് പറയേണ്ടത്, രാമകഥയെ ബൗദ്ധർ സ്വീകരിച്ചിരിക്കുന്നു. ജൈനർ സ്വീകരിച്ചിട്ടുണ്ടോ? ജൈനർ സ്വീകരിച്ചിട്ടുണ്ട്. ജൈനരുടെ ഒക്കെ അമ്പലങ്ങളിൽ പോയാൽ രാമനും ലക്ഷ്മണനും ഒക്കെ അവിടെ കാണാൻ സാധിക്കും. രാമനും ലക്ഷ്മണനും കൃഷ്ണനൊക്കെ അവരുടെ തീർത്ഥങ്കരന്മാരുടെ പാരമ്പര്യത്തിലൊക്കെ പെടുത്തി സ്വീകരിച്ചിട്ടുണ്ട്. അവർക്കൊരു രാമായണം ഉണ്ട്. ആ രാമായണത്തിൽ ഇതുപോലെ അഹിംസ ആണ്. പക്ഷെ ജൈനർക്കൊരു പ്രത്യേകത ഉണ്ട്. ജൈനർക്ക് സ്വയം ഹിംസ ചെയ്യില്ല എന്നുള്ളൂ, വേറെ ആളെ കൊണ്ട് ചെയ്യിപ്പിക്കാം. അതുകൊണ്ട് പണ്ട് എൻ്റെ അമ്മയുടെ അച്ഛൻ പറയായിരുന്നു, ജൈനരുടെ ഷ്രൈനുകളിൽ, പഗോഡകളിലൊക്കെ ഒരു പൂച്ചയെ വളർത്തുമായിരുന്നു അത്രേ. ആ പൂച്ച എന്തിനാ വളർത്തുന്നത് അറിയോ? കോഴിയെ കൊല്ലാനാ. ഇവർ കൊന്നാലുള്ള പ്രശ്നമുള്ളൂ. അപ്പോൾ കോഴിയെ പൂച്ചയെ വിട്ട് കൊല്ലും. പൂച്ചയെ വിട്ട് കൊന്നിട്ട് ആ കോഴിയെ കറി വെച്ച് കഴിക്കും. മാംസഭക്ഷണത്തിനെതിരല്ല, ഹിംസയ്ക്ക് എതിരാണ്. കൊല്ലാൻ പാടില്ല. അതുപോലെ ബൗദ്ധർക്കുണ്ട് അങ്ങനെ ഒരു പരിപാടി. ഈ പറയുന്ന പോലെ ജൈനരൊക്കെ കൂടുതൽ പറയുന്നില്ലേ, ആട് മട്ടൻ കഴിക്കാൻ തോന്നിയാലേ ആടിനെ മലേൻ്റെ മുകളിലേക്ക് ഓടിച്ച് കയറ്റും. പിന്നെ എങ്ങോട്ടും പോകാൻ പറ്റാത്ത സ്ഥലത്ത് അതിനെ പേടിപ്പിച്ച് മലേൻ്റെ മുകളിൽ നിന്ന്, അപ്പോൾ സ്വയം ചാടി മരിക്കുകയാണല്ലോ. എന്നിട്ട് ആ ആടിൻ്റെ മാംസം കഴിക്കും. വി.ഡി. സാവർക്കർ അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഭാരതത്തിൻ്റെ 6 സുവർണ ഘട്ടങ്ങൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ ജൈനരുണ്ടാക്കിയൊരു യുഗവിഹാരത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരു ജൈനൻ തലയിൽ നിന്ന് ഒരു പേനിനെ എടുത്ത് കൊന്നു. ജൈനരെല്ലാവരും കൂടി ഇതറിഞ്ഞു. ഇയാളെ ഭയങ്കരമായി ശിക്ഷിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഇയാൾ മരിച്ചുപോയി. എന്നിട്ട് പേനിൻ്റെ പേരിൽ ഒരു വിഹാരം ഉണ്ടാക്കി, യുഗവിഹാരം. യുഗം എന്ന് പറഞ്ഞാൽ പേനാണ്. യുഗവിഹാരം.
ഏതാണ്ട് ഈ ആശയത്തോട് ചേർന്ന് പോകുന്ന ഒരു ഘടനയാണ് ജൈനരുടെ രാമായണത്തിനുള്ളത്. അതെന്താ? അതിൽ രാവണനുണ്ട്, രാവണനെ ഉള്ള യുദ്ധമുണ്ട്. പക്ഷെ രാമൻ കൊല്ലുന്നില്ല, ലക്ഷ്മണനെ കൊല്ലുന്നു. പ്രശ്നം കഴിഞ്ഞല്ലോ. അപ്പൊ രാവണനെ ലക്ഷ്മണൻ കൊന്നുകൊണ്ട് ഒരു കഥാ രീതി ജൈനർ സ്വീകരിച്ചിരിക്കുന്നു. അപ്പൊ ബൗദ്ധരുടെ രാമായണം, ജൈനരുടെ രാമായണം, വാത്മീകിയുടെ രാമായണം, വ്യാസന്റെ രാമായണം, ഇപ്പം നമ്മൾ പറയുന്ന എഴുത്തച്ഛൻ്റെ രാമായണം, എത്ര രാമായണമായി? രാമചരിതമാനസം 15-ാം നൂറ്റാണ്ട് 16-ാം നൂറ്റാണ്ട് കാലഘട്ടത്തിൽ തുളസിദാസിൻ്റെ അവധി ഭാഷയാവുന്നതോടുകൂടെ രാമായണത്തിന് സംസ്കൃതത്തിൻ്റെ ഒരു പിടിയിൽ നിന്ന് മോചനം ലഭിക്കുകയും പോപ്പുലറായിട്ടുള്ളൊരു ഭാഷയിലേക്ക് രാമായണം വരികയും ധാരാളം രാമായണം ആളുകൾ വായിക്കപ്പെടുകയും ചെയ്തു. നോർത്ത് ഇന്ത്യയിലേക്ക് പോയാൽ രാമായണത്തിൻ്റെ സ്വാധീനം ഏറ്റവും കൂടുതൽ ഉണ്ടാവാനുള്ള കാരണം രാമചരിതമാനസാണ്. വാൽമീകിയുടെ രാമായണം അല്ല എന്ന് ആലോചിക്കണം, രാമചരിതമാനസാണ് എന്ന് പറയണം. അതുകൊണ്ട് അവിടെ ഉണ്ടാക്കുന്ന സീരിയലൊക്കെ നമ്മൾ സൂക്ഷ്മമായി നോക്കിയാൽ നമ്മുടെ ആധ്യാത്മരാമായണമായിട്ട് ഒത്തു നോക്കുമ്പോൾ ഇങ്ങനെ ഒരു കഥ ഇതിൽ കാണൂലല്ലോ. അതിൻ്റെ ഇൻഫ്ലുവൻസ് രാമചരിതമാനസവുമായി ചേർന്നുകൊണ്ടാണ് ഉണ്ടാവുന്നത്. രാമചരിതം ഉണ്ടാവുന്നു, കൃത്തിവാസ രാമായണം ഉണ്ടാവുന്നു, കമ്പരുടെ രാമായണം ഉണ്ടാവുന്നു, അങ്ങനെ അത്ഭുത രാമായണം ഉണ്ടാവുന്നു, ആനന്ദ രാമായണം ഉണ്ടാവുന്നു. അങ്ങനെ ഒരുപാട് തരത്തിലുള്ള രാമായണങ്ങൾ ഭാരതത്തിൻ്റെ അകമേ തന്നെ ഉണ്ടാവുന്നു. ഇനി ഭാരതത്തിൻ്റെ പുറത്ത് ഏറ്റവും അടുത്തുള്ള പുറത്ത് നേപ്പാളാണ്. നേപ്പാളിലൊരു രാമായണം ഉണ്ട്, അത് കേട്ട ആരും നെറ്റ് ചുളിക്കരുത്. നേപ്പാള രാമായണത്തിൻ്റെ പ്രത്യേകത, നേപ്പാൾ രാമായണത്തിൽ ദശരഥൻ്റെ മക്കളാണ് രാമനും ലക്ഷ്മണനും സീതയും. ഇനി അത് പോരാഞ്ഞിട്ടോ ഇവർ തമ്മിൽ കല്യാണം കഴിക്കുന്നുണ്ട്, അത് നമുക്ക് സഹിക്കാൻ പറ്റൂല അല്ലേ? പക്ഷെ അവിടുത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവിടുത്തെ രാമായണം അങ്ങനെയാണ് വായിക്കപ്പെടുന്നത്. മലേഷ്യയിലൊരു രാമായണം ഉണ്ട്. ശ്രീലങ്കയിലെ രാമായണത്തിൽ ഹനുമാൻ എന്ന് പറയുന്ന കഥാപാത്രം ഇല്ല, പകരം ബാലിയാണ് ആ പണിയൊക്കെ ചെയ്യുന്നത്. ബാലിയാണ് ചാടുന്നതും സീതയെ കാണാൻ വരുന്നതും ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ബാലിയാണ്. തായ്ലൻഡിലൊരു രാമായണം ഉണ്ട്. തായ്ലൻഡിലെ രാമായണത്തിൽ ഈ പറഞ്ഞതുപോലെ വലിയ മാറ്റങ്ങൾ, ബോധിസത്വനായിക്കൊണ്ടുള്ള രാമനെയാണ് കാണുന്നത്. ഇന്തോനേഷ്യയിലൊരു രാമായണം ഉണ്ട്. ഒരു രാമായണത്തിൽ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോവും. ആ രാമായണത്തിൽ എന്താ പറയുക, അള്ളാഹുവെ കുറിച്ച് പരാമർശം ഉണ്ടെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ പിന്നീട് എഴുതി ചേർത്താണ്. എന്ന് വെച്ചാൽ രാമായണം ആർക്കും തള്ളിക്കളയാൻ പറ്റില്ല, രാമായണത്തിനകത്തേക്ക് ഞങ്ങൾ ആൾക്കാരെയും കൂടി കയറ്റുക. ഒരു രാമായൺ മസീഹ് എന്ന് പറയുന്നൊരു ഗ്രന്ഥമുണ്ട്, അതിൻ്റെ അകത്ത് യേശുക്രിസ്തുവിനെ കുറിച്ച് പരാമർശം ഉണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ രാമായണം എന്ന് പറഞ്ഞ ഈ വിപുലമായ വിസ്തൃതമായ കൃതിയിലേക്ക് ഞങ്ങൾക്കൊരു സ്ഥാനം കിട്ടുമോ എന്ന് ചോദിച്ച് അങ്ങോട്ട് കയറി ചെല്ലുകയാണ് എല്ലാവരും ചെയ്തിട്ടുള്ളത്. രാമായണത്തിൻ്റെ വൈജാത്യത്തെക്കുറിച്ച് സംസാരിക്കുന്നതിലുപരി രാമായണം എന്ന് പറയുന്ന കൃതിയുടെ അത്യന്താപേക്ഷിതമായിട്ടുള്ള സ്വീകാര്യത, ആ സ്വീകാര്യതയാണ് നമ്മളവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഫാദർ കാമിൽ ബുൽക്കെ ഒരു ബെൽജിയംകാരനായിട്ടുള്ള ഒരു ജെസ്യൂട്ട് പാതിരിയായിരുന്നു. 1950 അദ്ദേഹം അലഹബാദ് ഒരു യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു തീസിസ് പ്രസിദ്ധീകൃതമായി, PhD തീസിസ്. ആ തീസിസിൻ്റെ പേരാണ് രാമകഥ ഒറിജിൻ ആൻഡ് ഡെവലപ്മെൻറ്റ്സ്, ഉൽപ്പത്തി ഓർ വികാസ് എന്ന പേരിൽ. ആ രാമകഥയ്ക്കകത്ത് ഫാദർ കാമിൽ ബുൽക്കെ ഏതാണ്ട് 300ഓളം രാമായണങ്ങൾ അടയാളപ്പെടുത്തുന്നു, വ്യത്യസ്ത സ്വഭാവത്തിൽപ്പെട്ട. നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റൂല അങ്ങനത്തെ സ്വഭാവങ്ങളിൽപ്പെട്ട രാമായണങ്ങളെ. നമ്മുടെ മൂലകഥയുമായിട്ട് ചിലപ്പോൾ ഒരു ബന്ധവുമില്ലാത്ത രാമായണ കഥകളെ അത് അവതരിപ്പിക്കുന്നു. AK രാമാനുജൻ 300 രാമായണാസ് എന്ന പേരിൽ ഒരു എസ്സേ എഴുതി. അത് വലിയ വിവാദമൊക്കെ ഉണ്ടായി ഭാരതത്തിൽ. വാൽമീകി രാമായണത്തിൻ്റെ പവിത്രതയെ ചോദ്യം ചെയ്യുന്നു എന്ന് വിളിക്കപ്പെട്ടു. എന്നാൽ പോലും നമ്മളതിനെ ബുദ്ധിയും വിവേകവും ബോധമുള്ള ജനത എന്നുള്ള നമ്മളതിനെ കാണേണ്ടത് രാമായണം എന്ന് പറയുന്ന കൃതിയുടെ അത്യന്താപേക്ഷിതമായ സ്വീകാര്യതയെ എല്ലാവർക്കും ആവശ്യമുണ്ടായിരുന്നു എന്നാണ്. ഇത് പോട്ടെ, രാമായണം താഴേക്ക് വരുന്ന സമയത്ത്, സൗത്തിലേക്ക് വരുന്ന സമയത്ത്, കമ്പരുടെ രാമായണം ആവുന്ന സമയത്ത് അതിൽ ഭക്തി പ്രധാനം ഉണ്ടാവുന്നത് രാവണന് ഒരു കിട്ടുന്നുണ്ട്, പ്രാമുഖ്യം കിട്ടുന്നുണ്ട്. രാവണനല്ല, തമിഴ്നാട്ടിൽ പോയിട്ട് രാവണനെ കുറ്റം പറഞ്ഞാൽ അടി കിട്ടും. കാരണം ശൈവ പാരമ്പര്യത്തിൽ ഏറ്റവും കൂടുതൽ വന്ദിക്കപ്പെടുന്ന ആളാണ് രാവണൻ. ശിവക്ഷേത്രത്തിൽ, തമിഴ്നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ശിവക്ഷേത്രത്തിൽ ഭഗവാൻ ശിവന്റെ നിർമാല്യത്തിന് അധികാരികളായിട്ട് 3 ആൾക്കാരാണ്: നന്ദികേശ്വരൻ, ചണ്ഡികേശ്വരൻ, രാവണേശ്വരൻ. ഭഗവാന്റെ അടുത്തിരിക്കുക രാവണേശ്വരൻ. അതാണ് ഭഗവാൻ ശിവൻ രാവണന് കൊടുത്തിട്ടുള്ള സ്ഥാനം.
അപ്പൊ കമ്പരുടെ രാമായണത്തിൽ വരുന്ന സമയത്ത് രാവണന് ചെറിയൊരു മുൻതൂക്കവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ചെറിയൊരു മാറ്റം വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെയല്ല. ഷിബു സോറൻ ഇന്നലെ അങ്ങനെ മരിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, അല്ലേ? ഇന്നലെ മിനിഞ്ഞാന്നോ? ഇന്നലെ ഞാൻ ഫോട്ടോ കണ്ടു, പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയ സമയത്ത്. രാമലീല എന്ന് പറയുന്നൊരു പരിപാടി അവിടെ നടക്കും നോർത്ത് ഇന്ത്യയിൽ. വലിയ രൂപം ഉണ്ടാക്കി, രാവണൻ്റെ രൂപം ഉണ്ടാക്കിയിട്ട് അതിലേക്ക് കണ്ടിട്ടുണ്ടാവും ചിലപ്പം. അതുകൊണ്ട് അതിലേക്ക് അമ്പ് ചെയ്യുക, തീയമ്പ് ചെയ്യുക എന്ന് പറയുന്നൊരു വലിയ ഉത്സവം നടക്കും നോർത്ത് ഇന്ത്യയിലൊക്കെ. ഇപ്പം കേരളത്തിലേക്കൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ക്രിസ്മസ് പപ്പാനിയെ കത്തിക്കൂലേ ഈ ഇതിന്, ന്യൂ ഇയറിന്, അതിന് സമാനമായിക്കൊണ്ട് ഹോളികാ ദഹനം പോലെ. ആ ജാർഖണ്ഡിൽ വെച്ച് ഒരിക്കൽ നടത്താൻ പോകുന്ന സമയത്ത് ഷിബു സോറൻ പറഞ്ഞു, ഞാൻ അമ്പ് ചെയ്യൂല രാവണനെതിരെ, രാവണൻ ഞങ്ങളെ സ്വന്തം ആളാ. അങ്ങനെ രാവണനെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. താന്ത്രികർക്ക് രാവണൻ വലിയ ആളാണ്. ഉഡീശ രാവണ തന്ത്രം, രാവണ സംഹിത ഒക്കെ ഉണ്ട്. ആയുർവേദക്കാർക്ക് രാവണൻ വലിയ ആളാണ്. അർക്കപ്രകാശം പോലുള്ള ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. അങ്ങനെയുള്ള വലിയ ആളാ രാവണൻ. അപ്പൊ രാവണന് പ്രാമുഖ്യം കിട്ടുന്ന ഒരു സ്വഭാവം കാണുന്നു. ഇനി അത് താഴേക്ക്, കുറച്ചും കൂടി താഴേക്ക് വരുമ്പോൾ കേരളത്തിൽ വന്നപ്പം അതിന് മാറ്റം ഉണ്ടായി. മലബാറിൽ മാപ്പിള രാമായണം എന്ന് പറയുന്ന ഒരു രാമായണം ഉണ്ട്, കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ നാട്ടിലുണ്ട്. ഈ ഇടയ്ക്ക് ആരോ ഒരാളത് ഷെയർ ചെയ്തിട്ട് ഞാൻ അത് റീപോസ്റ്റൊക്കെ ചെയ്തിരുന്നു. അതിൻ്റെ ഭാഷ എല്ലാം മലബാറിലെ മുസ്ലിം സമുദായം സംസാരിക്കുന്ന. ആരാണ്ടാ നീ, ഞാനാണ്ടാ രാമൻ, സീതൻ്റെ ബീഡര് എന്നാ പാട്ട്. സീത ബീഡറിനെ ഭാര്യ, സീത എൻ്റെ ബീഡര്, സീതൻ്റെ ഭാര്യയാണ്, ഞാൻ രാമനാണ് എന്ന് പറയാണ്. തനിയും കോഴിക്കോട് ഈ പറയുന്ന മാപ്പിള ഭാഷയിൽ, അതിൻ്റെ പേര് മാപ്പിള രാമായണം എന്നാ. അത് പാടുന്ന ആൾക്കാരുണ്ട് ഇപ്പോഴും. വടകര, കൊയിലാണ്ടി ഭാഗത്തേക്ക്, തലശ്ശേരി ആ ഭാഗത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പോഴും മാപ്പിള രാമായണം പാടുന്ന ആളുകളുണ്ട്. വയനാട്ടിലേക്ക് പോയാൽ വയനാടൻ രാമായണം ഉണ്ട്. വയനാടൻ രാമായണം എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോവും. കുറിച്യർക്കൊരു സ്വന്തമായ രാമായണമുണ്ട്, പണിയർക്ക് സ്വന്തമായ രാമായണമുണ്ട്, ഈ പറയുന്ന കുറുമർക്ക് സ്വന്തമായ രാമായണമുണ്ട്. അങ്ങനെ ഓരോ വനവാസി വിഭാഗത്തിൽപ്പെട്ട ഓരോ വിഭാഗങ്ങൾക്കും സ്വന്തമായ രാമായണമുണ്ട്. നോക്കൂ, അപ്പം എത്ര വിപുലമായിട്ടാണ് രാമായണം എന്ന് പറയുന്ന ഈ കൃതി ഭാരതം മുഴുവൻ, ഭാരതത്തിൻ്റെ വെളിയിലേക്ക്, ഇതിൻ്റെ ഇടയിൽ ജീവിക്കുന്ന ഓരോ ജനതതിയിലേക്ക് ഇറങ്ങി വന്നിട്ടുള്ളത്. രാമായണ മാസമായി കഴിഞ്ഞാൽ കേരളത്തിലൊരു പ്രത്യേക തരം ശബ്ദങ്ങൾ കേട്ടു തുടങ്ങും. പത്രങ്ങളുണ്ട്, ചില പത്രങ്ങൾക്കുണ്ട്, പ്രത്യേക പത്രങ്ങളുണ്ട്. രാമായണത്തിനെ അപമാനിക്കാൻ വേണ്ടി മാത്രം കോളം കൈകാര്യം ചെയ്യുന്ന പത്രങ്ങളുണ്ട്. അപ്പോൾ ഈ മഴ പെയ്യുമ്പം ഈ തവള കരയുന്നത് പോലെ രാമായണ മാസം അങ്ങ് തുടങ്ങും. രാമൻ ചെയ്തത് ശരിയാണോ? സീതയെ പുറത്താക്കിയ പ്രശ്നമല്ലേ? രാമൻ ബാലിയെ കൊന്നത് ശരിയാണോ? ശൂദ്രകനെ കൊന്നത് ശരിയാണോ? ശംഭുകനെ കൊന്നത് ശരിയാണോ? ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഏതൊക്കെയോ കഥകളൊക്കെ എവിടുന്നൊക്കെയോ തെരഞ്ഞു കണ്ടുപിടിച്ചുകൊണ്ട് രാമായണ കാലമാവുന്ന സമയത്ത് ഇത് പറയും. ഈ ഇടയ്ക്ക് ഞാൻ കേട്ടു, രാമായണം ദളിത് വിരുദ്ധാണ്. രാമായണം ഒരു കാരണവശാലും ആര് വായിക്കരുത്? ദളിതർ വായിക്കരുത്, ദളിതർ വായിക്കാൻ പാടില്ല. രാമായണം ഒരു സവർണ കൃതിയാണ്. എൻ്റെ ഒന്നും അമ്മുമ്മ രാമായണം വായിച്ചിട്ടില്ല. എൻ്റെ അമ്മമ്മയുടെ അമ്മമ്മ ഒന്നും രാമായണം വായിച്ചു. അത് ശരിയാ പറയുന്നത്. അന്ന് രാമായണ മാസം ഈ നിലയ്ക്ക് പോപ്പുലർ ആയിട്ടില്ല. പക്ഷെ വീടുകളിൽ രാമായണം വായിച്ചിട്ടില്ല എന്ന് പറയുന്നത് ശരിയാന്ന് അർത്ഥമില്ല. രാമായണം വായിച്ചിട്ടുണ്ടാവും. പിന്നെ എഴുത്ത് വായന, എത്ര കാലമായി കേരളം ലിറ്ററസിയിലേക്ക് വന്നിട്ട്. അങ്ങനെയൊക്കെ എല്ലാ സാമൂഹിക ഘടകങ്ങളെയും മാറ്റിക്കൊണ്ട് പറയാണ് രാമായണം ഒരു സവർണ കൃതിയാണെന്ന് പറയാ. ഏത് കാട്ടാളനായ വാത്മീകി എഴുതിയ രാമായണം ഒരു സവർണ കൃതിയാണെന്നാണ് ഈ പറയുന്നത്. ഗുഹനെ കെട്ടിപ്പുണർന്ന രാമൻ ഒരു സവർണ ഫാസിസ്റ്റ് മൂരാച്ചിയാണെന്നാണ് ഈ പറയുന്നത്. ശബരി കടിച്ചു കൊടുത്ത പഴം ഭക്ഷിച്ച രാമൻ ഒരു മൂരാച്ചിയാണെന്നാണ് ഈ പറഞ്ഞുകൊണ്ടുവരുന്നത്. ഇതൊക്കെ പോട്ടെ, ഇതൊക്കെ കഥയ്ക്കകത്തുള്ളതെന്ന് വയ്ക്കുക. സാമൂഹിക യാഥാർത്ഥ്യത്തിലേക്ക് വരാം. രാമനാമി സമൂഹം കേട്ടിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ ഒന്ന് ഗൂഗിളിൽ അടിച്ചു നോക്കുക. രാമനാമി സമൂഹം എന്ന് പറയുന്ന സമൂഹം നോർത്ത് ഇന്ത്യയിലുണ്ട്. അവരുടെ അവർ ഈ പറയുന്ന പോലെ ഒരു ഷെഡ്യൂൾഡ് കാസ്റ്റിൽ പെട്ട ആളുകളായിരുന്നു. അവർക്ക് ഈ പറഞ്ഞ പോലെ ഭാരതത്തിലൊരു കാലത്ത് തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ എന്നൊക്കെ പറയുന്ന ഘടകത്തിൽപ്പെട്ട ആൾക്കാരാണ്. അവരുടെ ജീവിതത്തെ സമൂലമായി പരിവർത്തനം ചെയ്ത രാമായണമാണ്. അവർ രാമനാമികളെ അവരുടെ ശരീരത്തിൽ 1 ഇഞ്ച് സ്ഥലമില്ലാതെ എല്ലാ സ്ഥലത്തും ശ്രീരാം 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 എന്നിങ്ങനെ പച്ച കുത്തിയിട്ടുണ്ടാവും. അയോധ്യ പ്രാണപ്രതിഷ്ഠ സമയത്ത് അവരെ പ്രധാനമന്ത്രി ഇൻവൈറ്റ് ചെയ്തു. അവരുണ്ടായിരുന്നു ആ സ്ഥലത്ത്. എന്തിനു പറയുന്നു? ആ അയോധ്യ പ്രാണപ്രതിഷ്ഠ ചെയ്യുന്ന ആ കല്ല് ആദ്യമായി വെച്ചത് ഭാരതത്തിലെ ഒരു ദളിത് പ്രതിനിധിയാണ്.
ഒരു ബ്രാഹ്മണനെ കൊണ്ടുമല്ല കല്ല് വെപ്പിച്ചത്, അതിന് വേണ്ടുള്ള കാര്യങ്ങൾ ചെയ്യിപ്പിച്ചത്. കാരണം രാമായണം ലോകത്ത്, ഭാരതത്തിൽ സർവ്വജനങ്ങളിലേക്കും ഒരുപോലെ വ്യാപിച്ചിരിക്കുന്നതാണ്. ഇത് ഈ രാമായണ മാസത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. കഴിഞ്ഞ രാമായണ മാസത്തിലൊരു സാധനം കേട്ടു. രാമായണം അങ്ങനെ വായിക്കേണ്ട കാര്യമൊന്നുമില്ല, പറഞ്ഞിരിക്കുന്നത് KR മീരയാണ്, പറയുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. രാമൻ വാൽമീകിയുടെ ഒരു കഥാപാത്രം മാത്രമാണ്, അത് ഇത്രയൊന്നും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പം ഞാൻ വാഗമണിൽ ഇരുന്നിട്ടാണ് ഇത് കേൾക്കുന്നത്, ഈ ന്യൂസ് വായിക്കുന്നത്. ഞാൻ അത് കഴിഞ്ഞ് ഇങ്ങനെ ഇറങ്ങി ഒരു വൈകുന്നേരം നടക്കാൻ വേണ്ടി പോകുമ്പം ഏതോ ഒരു ദൂരെ മലയുടെ മുകളിൽ നിന്ന് ഒരു അമ്പലത്തിൽ പാട്ട് വെച്ചിട്ടുണ്ട്. ആ പാട്ടിൽ നമ്മളിവിടെ ചൊല്ലിയവരെ രാമ രാമ പാഹിമാം എന്നുള്ള പാട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, രാമൻ ഒരു കഥാപാത്രം മാത്രമല്ലേ, അപ്പം എന്തുകൊണ്ടായിരിക്കും പരീക്കുട്ടി പാഹിമാം, പരീക്കുട്ടി ചെമ്മീനിലെ കഥാപാത്രമാണല്ലോ, അങ്ങനെ ഒരു സാധനം നമ്മൾ കേൾക്കാത്തത്? ബ്രാം സ്റ്റോക്കറുടെ ഡ്രാക്കുളായ നമഹ എന്നാരും നമ്മൾ വീട്ടിൽ നിന്ന് ജപിക്കുന്നില്ലല്ലോ, ഉണ്ടോ? ഡ്രാക്കുള സഹസ്രനാമ ഞാൻ വീട്ടിൽ ജപിക്കുന്നത്, അങ്ങനെ ആരെങ്കിലും പറയുമോ? അങ്ങനെ പറയുന്ന ആരെയും നമ്മൾ കാണുന്നില്ല. അപ്പം രാമൻ കേവലം ഒരു കഥാപാത്രമാണോ? അല്ല, രാമൻ കഥാപാത്രമാണ് എന്നവരുടെ വാദത്തെ ലംഘിച്ചുകൊണ്ട് ഓരോ ജനമനസ്സുകളിലേക്കും ഈശ്വര സ്വരൂപമായി കുടിയിരിക്കുന്നത് കൊണ്ടാണ് രാമരാമ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഊർജ്ജം ഉണ്ടാവുന്നത്. ആ കാരണം കൊണ്ടാണ് രാമൻ എന്ന് പറയുന്ന ആ മൂർത്തിഭാവത്തെ ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഇവർ ഈ പറഞ്ഞ പോലെ ആരാച്ചാരിലുള്ള കഥാപാത്രങ്ങളെ പ്രതിഷ്ഠിക്കുന്ന അമ്പലം വരട്ടെ. അല്ലെങ്കിൽ ഇത്രയും കൃതികൾ ഉണ്ടായിട്ടുണ്ട് ഭാരതത്തിൽ, ലോകം മുഴുവൻ കൃതികൾ ഉണ്ടായിട്ടുണ്ട്. ഡ്രാക്കുളയ്ക്ക് ഒരു അമ്പലമില്ല, ഡ്രാക്കുള ശക്തമായ കഥാപാത്രമാണ്. ഒരമ്പലത്തിലും ദ്വാരപാലകനായിട്ട് ഷെർലക് ഹോംസിനെ നമ്മൾ കണ്ടിട്ടില്ല. ഇങ്ങനെ ഭാരതത്തിൻ്റെതായി ലഭിച്ചിട്ടുള്ള എല്ലാം തന്നെ കേവലം കഥാപാത്രങ്ങളോ കഥാപാത്ര സൃഷ്ടികളോ അല്ല, മറിച്ച് ജനമനസ്സുകളിലേക്ക് ഇറങ്ങി വന്നിട്ടുള്ളതാണ്. ജനത്തിൻ്റെ ഹൃദയത്തിലാണ് ജീവിക്കുന്നത്. ആ ഹൃദയത്തിൽ നിന്ന് നാം എടുത്ത് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുക, തിരിച്ചല്ല. ക്ഷേത്രപ്രതിഷ്ഠയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഹൃദയത്തിൽ നിന്നാണ് പ്രാണനെ ആവാഹിച്ച് അതിലേക്ക് കൊടുക്കുന്നത്, തിരിച്ചല്ല. അത് അവിടെ ഉള്ളതുകൊണ്ട് എൻ്റെ ഉള്ളിൽ തെളിഞ്ഞല്ല, ഇത് ഇവിടെ ഉള്ളതുകൊണ്ട് അവിടെ തെളിഞ്ഞതാ. കണ്ണാടി അവിടെയല്ല, കണ്ണാടി ഇവിടെയാ. ആ ബിംബം ഇവിടെ പ്രതിബിംബിക്കുന്നുണ്ട്, അത് അവിടെ പ്രതിബിംബിച്ചാലും ഇവിടെ പ്രതിബിംബിച്ചാലും അത് ആത്യന്തികമായിട്ട് എവിടെയാണ് ഇരിക്കുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം ഹൃദയത്തിലാണ് വസിക്കുന്നത്. ഹൃദയത്തിൽ തിഷ്ഠതി, ഇരിക്കുന്നു അർജുന, ഞാൻ സർവ്വജീവജാലങ്ങളുടെയും ഹൃദയത്തിൽ ഇരിക്കുന്നു അർജുന എന്ന് കൃഷ്ണൻ പറയുന്നു. ആ രൂപത്തിൽ ഭാരതം മുഴുവൻ, ലോകം മുഴുവൻ രാമൻ എന്ന് പറയുന്ന ബിംബം പ്രതിഷ്ഠിതമായിരിക്കുന്നു. അത് കേവലം ഈശ്വരനായതുകൊണ്ട് മാത്രമല്ല എന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അതാണ് അവസാനത്തെ രഹസ്യം. ആ രഹസ്യം മറ്റൊന്നുമല്ല, റഫേല എന്നോട് പറഞ്ഞ രഹസ്യമാണ്. ആ രഹസ്യം എന്താണ്? എന്നോട് ഞാൻ ചോദിച്ചു എന്താണ് മൂന്നാമത്തെ രഹസ്യം? മൂന്നാമത്തെ രഹസ്യം ഇതാണ്. എന്താണ്? കുടുംബമാണ് മൂന്നാമത്തെ രഹസ്യം. ഞാൻ ചോദിച്ചു, കുടുംബം ഇപ്പം എന്തത്ര രഹസ്യമാവുള്ളത്? കുടുംബം ഒരു നടപ്പുള്ള കാര്യമല്ലേ? അതല്ല, അതെങ്ങനെയത് നടത്തിക്കൊണ്ടുപോകുന്നത്? വിദേശങ്ങളിലൊക്കെ ഈ കുടുംബം നടത്തിക്കൊണ്ടുപോകുന്നത് വലിയ പ്രയാസപ്പെട്ട കാര്യമാണ്. ഇവിടെ 65 വർഷം ഒരുമിച്ച് താമസിച്ച ആളുകൾ, 70 വർഷം ഒരുമിച്ച് താമസിച്ച്, ഇതൊക്കെ എങ്ങനെയാണ് അതിങ്ങനെ ഓടിച്ചു കൊണ്ടുപോകുന്നത്? എന്താ അതിൻ്റെ ഒരു ഗുട്ടൻസ് എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് കുടുംബം എന്ന് പറയുന്ന മൂല്യം ഇത്രയും ശക്തമായി ഭാരതത്തിൻ്റെ വ്യവസ്ഥയുടെ ഭാഗമായിരിക്കുന്നത്? എങ്ങനെയാണ് അത് സാധിക്കുന്നത്? അതൊരു കണ്ണ് തുറപ്പിക്കുന്ന ഒരു ഉത്തരമായിരുന്നു എനിക്ക്. അതാണ് ഞാൻ കണ്ട ഏറ്റവും വലിയ അത്ഭുതം എന്നവർ പറയാണ്. ലോകത്തിന്, ഭാരതത്തിന് കൊടുക്കാൻ എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അത് കുടുംബ വ്യവസ്ഥയാണ്. പ്രത്യേകിച്ച് കിഴക്കൻ രാജ്യങ്ങൾ, ഭാരതം എന്ന് ഞാൻ ചുരുക്കി പറയല്ല. ദൃശ്യം എന്നൊരു പറയുന്ന സിനിമ നിങ്ങൾക്കറിയാലോ. ദൃശ്യം എന്ന് പറയുന്ന സിനിമ ഏറ്റവും കൂടുതൽ പ്രചാരം കിട്ടിയത് ചൈനയിലാണ്. എന്താ കാരണം എന്നറിയോ? അവിടെ കുടുംബ വ്യവസ്ഥിതി സ്ട്രോങ് ആയിട്ടുള്ള നാടാണ്. കുടുംബത്തിന് ബാധിച്ചൊരു പ്രശ്നം അവരെ കാര്യമായി പിടിച്ചു വരച്ചു. ദൃശ്യം സിനിമ എന്തുകൊണ്ട് അവിടെ ഇത്രയും വിജയിച്ചു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം കുടുംബം എന്ന് പറയുന്ന ഒരു ഫാക്ടർ അതിൻ്റെ അകത്തുണ്ടായിരുന്നു. രാമായണത്തിൻ്റെ അകത്തിരിക്കുന്ന രഹസ്യവും ഈ കുടുംബമാണ്. കുടുംബം എന്ന് പറയുന്ന മൂല്യത്തിൽ നിന്നുകൊണ്ടാണ് രാമായണ കഥയുടെ മുഴുവൻ വികാസം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് അത് സർവകാലീനമാണ്, സർവലൗകികമാണ്. അതുകൊണ്ട് ഞാൻ വെറുതെ പറയല്ല, ആ ചോദ്യത്തിന് മലയാളികളായ നമ്മൾ ആഴത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. മലയാളികളായിട്ടുള്ള നമ്മളെല്ലാവരും പറയുവറ്റ വന്തിരുകുലത്തിൻ്റെ ഭാഗമെന്നാണ് പറയുക. അവിടുന്ന് ഉണ്ടായതാണ് നമ്മളെല്ലാവരും എന്നാണ് പറയുക.
ആ പറയിവറ്റ പന്തിരുകുലം ഉണ്ടാവാൻ കാരണമായിരിക്കുന്ന വരരുചിയുടെ കഥ നമുക്കറിയാം. വരരുചിയോട് ചോദിക്കുന്നതാണ്, വിക്രമാദിത്യ സദസ്സിൽ നിന്നുള്ള ചോദ്യമാണ്, രാമായണത്തിലെ ഏറ്റവും മികച്ച ശ്ലോകമേത്? ഇത്രയും പണ്ഡിതനായ വരരുചിക്ക് അത് അറിയാതെ വരുന്നു. അദ്ദേഹം വന്ന് ഒരു മരത്തിൻ്റെ താഴെ വിശ്രമിക്കുമ്പോൾ 2 പക്ഷികൾ പറയണ്, വലിയ വരരുചിയാണത്രേ, അയാൾക്ക് ഇതുപോലും അറിഞ്ഞൂടാ. എന്തറിഞ്ഞൂടാ? വിക്രമാദിത്യ രാജാവ് ചോദിച്ചിട്ട് ഈ ചോദിച്ചിട്ട്, അപ്പം നിനക്കറിയോ? എനിക്ക് വരെ അറിയാം, ഇവിടുത്തെ സാധാരണ പട്ടിക്കും പൂച്ചയ്ക്കും പക്ഷിക്കും വരെ അറിയാം, അപ്പം ഇയാൾക്ക് പോലും അറിഞ്ഞൂടാ എന്ന് പറയാണ്. എന്താണ് അത് ഉത്തരം? രാമം ദശരഥം വിദ്ധിം, രാമനെ ദശരഥനായി കണക്കാക്കൂ. മാം വിദ്ധിം ജനകാത്മജ, അല്ലേ? ജനകാത്മജയെ ജനകാത്മജയെ, ജനകൻ്റെ മകളെ, അതായത് സീതയെ ആരെ കണക്കാക്കും? അമ്മയായിട്ട് കണക്കാക്കും. അയോധ്യാം അടവിം വിദ്ധിം, അയോധ്യ അടവിയെ അയോധ്യയായി കണ്ടാലും ഗച്ഛതാത യഥാ സുഖം. ഗച്ഛതാത എങ്ങോട്ട്? കാട്ടിലേക്കോ? സുഖമായിട്ട് പോകാൻ പറയുന്നത് എൻ്റെ അർത്ഥം എന്താ? എവിടെയാണോ അച്ഛനും അമ്മയും വീടുമുള്ളത് അതാണ് സുഖം. രാമൻ അച്ഛനായി നീ കണ്ടാൽ സീതയെ അമ്മയായി കാണണം, അയോധ്യയെ അടവിയെ അയോധ്യയായിട്ട് കാണണം, എൻ്റെ വീടായി കാണണം, രാഷ്ട്രമായി കാണണം. അതുകൊണ്ട് അതോർത്ത് നീ സുഖമായിട്ട് പോയിക്കോ. അമ്മ പറയാം, അമ്മ എന്താ പറയണ്ടത്? മോനെ പോണ്ടട്ടോ, കാട്ടിൽ പോയി കഷ്ടപ്പെടാൻ നിൽക്കണ്ട, ചെറിയ കുട്ടികളാണ് അവർ, അപ്പോഴാണ് പോകുന്നത്, വെറുതെ കാട്ടിൽ പോയി കഷ്ടപ്പെടാൻ നിൽക്കണ്ടെന്നാണ് പറഞ്ഞത്. സുമിത്രയുടെ ഉപദേശം, ആ സുമിത്രയുടെ ഉപദേശത്തിലാണ് രാമായണത്തിൻ്റെ ഹൃദയം ഇരിക്കുന്നത്. അതാണ് ഭാരതത്തിൻ്റെ കുടുംബസങ്കല്പം. ആ കുടുംബസങ്കല്പത്തെ ഭാരതം വളർത്തിയിരിക്കുന്നതിൻ്റെ പേരാണ് ഭാരതത്തിൻ്റെ രാഷ്ട്രസങ്കല്പം. ആ കുടുംബസങ്കല്പത്തെ ഭാരതം വളർത്തിയത് രാഷ്ട്രസങ്കല്പമായിക്കൊണ്ടാണ്. അതുകൊണ്ട് കുടുംബം തന്നെയാണ് രാഷ്ട്രം. അതുകൊണ്ട് രാഷ്ട്രം ഒരു കുടുംബമാണ്, ഒരു പരിവാരമാണ്. ഈ രാഷ്ട്രം ഇന്നും മറ്റുള്ള രാഷ്ട്രങ്ങളുടെ മുമ്പിൽ തല കുനിക്കാതെ ഓരോ ദിനം തോറും, അല്ലെങ്കിൽ ഭാരതത്തിന് നേരിട്ടുള്ള അപകടങ്ങൾ ഒരു രാജ്യങ്ങൾ നേരിട്ടിട്ടില്ല, ഒരു രാജ്യവും കടന്നു പോയിട്ടില്ല. അങ്ങനെ കടന്നു പോയിട്ടുള്ള രാജ്യങ്ങളൊന്നും ഇന്ന് ഭൂമുഖത്തില്ല. ആ രാജ്യങ്ങളൊക്കെ അപേക്ഷിച്ച് ഏറ്റവും പുരാതനമായിട്ടുള്ള, അതേ സമയത്ത് ഏറ്റവും നവീനമായിട്ടുള്ള ഒരു രാഷ്ട്രമായിട്ട് ഭാരതം നിൽക്കാൻ കാരണം അതിൻ്റെ അടിസ്ഥാനപരമായ കുടുംബസങ്കല്പത്തിൽ അത് വേരൂന്നിയിരിക്കുന്നത് കൊണ്ടാണ്. ആ വേരൂന്നിയിരിക്കുന്നതിനെ തകർക്കുക എന്നുള്ളതാണ് ഇന്ന് ഭാരതത്തിൻ്റെ വെളിയിൽ നിന്നുള്ള പ്രവർത്തനം. നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും വോക്ക് കൾച്ചർ എന്ന് കേട്ടിട്ടുണ്ടാവും, വോക്കിസം. ഞാനൊരു പ്രഭാഷണം, 1 വർഷം മുമ്പുള്ള പ്രഭാഷണത്തിന് പറഞ്ഞപ്പം കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത്, ഇവിടേക്കൊന്നും വന്നു തുടങ്ങിയിട്ടില്ല എന്നാ. നമ്മൾ വെറുതെ വിചാരിക്കുക നമ്മുടെ കുട്ടികളൊക്കെ വോക്കിസത്തിൻ്റെ പിന്നാലെയാണ് പോകുന്നത്. കുട്ടികൾ അനങ്ങിയ പൊളിറ്റിക്കലി കറക്റ്റായി സംസാരിക്കൂ, ജെൻഡർ ന്യൂട്രാലിറ്റിയിൽ പറയൂ, ഇങ്ങനെയൊക്കെ പറയുന്നതിൻ്റെ അകത്ത് വോക്കിസത്തിൻ്റെ ഒരു എലമെൻ്റ് ഉണ്ട്. അച്ഛനെ കാണുമ്പോൾ എണീറ്റ് നിൽക്കേണ്ട ആവശ്യമില്ല, അച്ഛനൊരു ഇൻഡിവിജ്വൽ മാത്രമാണ്, അമ്മ ഒരു വാഹനം മാത്രമാണ്. അമ്മയാകുന്ന വാഹനത്തിലൂടെ ഞാൻ ഇവിടെ വന്നു. ഇപ്പം ഞാനിവിടെ വന്നു ട്രെയിനിലാണ്, നേത്രാവതിയിലാണ് വന്നത്. അപ്പം ഞാൻ ഹരിപ്പാട് ഇറങ്ങി നേത്രാവതി നമസ്കാരം എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. അതുപോലെയാണ് ഞാൻ എൻ്റെ അമ്മയിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ട് അമ്മയെ നമസ്കാരം ഇറക്കി പറയണ്ട. ന്യായാണോ? കേൾക്കുമ്പോൾ ന്യായ അല്ലേ? ഇത് ഇപ്പോൾ ഒന്നല്ല, രാമായണത്തിലുണ്ട്. ജാബാലൻ രാമനോട് പറയുന്നുണ്ട്, വെറുതെ കാട്ടിലൊന്നും പോയി കഷ്ടപ്പെടാൻ നിൽക്കണ്ട. ഇപ്പം രാമൻ പറയുന്നുണ്ട്, അച്ഛൻ പറഞ്ഞാണ്, അച്ഛനും അമ്മയും നൈമിഷികമായ ഒരു സുഖത്തിൽ ഏർപ്പെട്ടപ്പോൾ ഉണ്ടായ ഒരു ബൈ പ്രൊഡക്റ്റാണ് നീ, അത്ര ബഹുമാനം കൊടുത്താൽ മതി എന്ന് പറയുന്നുണ്ട്. അത് ഇന്ന് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുക. അച്ഛനെ ബഹുമാനിക്കേണ്ട, അമ്മയെ ബഹുമാനിക്കേണ്ട, അധ്യാപകരെ ബഹുമാനിക്കേണ്ട. ഗുരുപൂജ ചെയ്തത് കേരളത്തിലുണ്ടായ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ഞാൻ ഈ ഇടയ്ക്ക് അറിഞ്ഞത്. ഞാൻ ആ സമയത്ത് ഇവിടെ ഉണ്ടായില്ലേ ഗുരുപൂജയ്ക്ക്. ഞാൻ വന്നപ്പോൾ കേരളത്തിൽ ഇങ്ങനെ കത്തുന്ന വിഷയമാണ്, ഗുരുപൂജ ചെയ്തത് വലിയ അപകടമായിപ്പോയി. ഗുരുവിൻ്റെ കാല് ഓടുന്നത് വോക്കാണ്. നമ്മൾ തിരിച്ചറിയാത്ത വോക്കിൻ്റെ ഇടപെടലുകളാണിത്. അതിൻ്റെ ആദ്യത്തെയും അവസാനത്തെയും ശത്രുവിൻ്റെ പേര് കുടുംബമാണ്. കുടുംബത്തെ ശിഥിലമാക്കുക എന്നുള്ളതാണ് വോക്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഏതൊക്കെ തരത്തിലൊരു കുടുംബത്തെ നശിപ്പിക്കാൻ പറ്റും? ഭാരതത്തിലെ കുടുംബ വ്യവസ്ഥിതിയെ തകർത്താൽ ഭാരതത്തിൻ്റെ രാഷ്ട്ര വ്യവസ്ഥിതിയെ തകർക്കാൻ സാധിക്കും എന്നുള്ളിടത്താണ് ആ ചിന്ത പോയി നിൽക്കുന്നത്. അതിനു വേണ്ടിയാണ് ഈ ഫണ്ടിങ്ങുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. യൂറോപ്പ് അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ പറയാണ് വീടുണ്ടാക്കണ്ട, പിന്നെ എവിടെ കിടക്കാം? റോട്ടിൽ കിടന്നാൽ മതി. കാണുന്നുണ്ടാവും ചിലപ്പോൾ നിങ്ങൾ. അച്ഛനെയും അമ്മയും ബഹുമാനിക്കേണ്ട, വീടുണ്ടാക്കണ്ട. എല്ലാവിധ എസ്റ്റാബ്ലിഷ്മെൻറ്റുകളോടും ഞങ്ങൾ സമരത്തിലാണ്. ഏതൊരു ശ്രീനിവാസൻ്റെ സിനിമയിൽ പണ്ട് പറയുന്നുണ്ട്, ഞങ്ങൾ അതൃപ്തരാണ്.
കുട്ടികളോട് ചോദിച്ചാൽ പറയുന്നത് ഞങ്ങൾ അതൃപ്തരാണ്, സിസ്റ്റം മോശമാണ്. എന്ത് സിസ്റ്റം മോശമാണ്? രാഷ്ട്രത്തിൻ്റെ സിസ്റ്റം മോശമാണ്, കുടുംബത്തിന് ഫാമിലി ഈസ് ആൻ ഒപ്രസീവ് മെക്കാനിസം. പഠിക്കുന്നത് ഞാൻ JNUവിലാണ് പഠിച്ച്. JNUവിൽ ഏറ്റവും കൂടുതൽ ഞാൻ കേട്ടിട്ടുള്ള സാധനം അത്, ഫാമിലി ഈസ് ആൻ ഒപ്രസീവ് മെക്കാനിസം. ആളുകളെ ഒപ്രസ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഫാമിലി. ആണ് അല്ലാന്ന് ഞാൻ പറയുന്നില്ല, പലതരത്തിലും ആവുന്നുണ്ട്. അല്ലാതെ ആവാനുള്ള ബോധ്യങ്ങൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. അതിനെടുത്ത് അത് ഉപയോഗിക്കുകയാണ് വേണ്ടത്. ഒരു ചെറിയ തമാശ കൂടി പറഞ്ഞിട്ട് ഇത് നിർത്താം. ഞാൻ ഒരിക്കലും വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് JNUവിൽ എൻ്റെ കൂളറിൻ്റെ അടുത്തേക്ക് വെള്ളം എടുക്കാൻ വേണ്ടി വന്നപ്പം അവിടെ ഒരു നോട്ടീസ് എഴുതി ഒട്ടിച്ചിട്ടുണ്ട്. നോട്ടീസ് ഒന്നുമില്ല, മെസ് സെക്രട്ടറി മാറുകയാണ്. അപ്പോൾ മെസ് സെക്രട്ടറി ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നോട്ടാണ്, നന്ദി എഴുതിയിട്ടാണ്. ഇത്രയും കാലം എന്നെ മെസ് സെക്രട്ടറിയായി തുടരാൻ അനുവദിച്ച എല്ലാവർക്കും നന്ദി. ഞാൻ നിങ്ങളുടെയൊക്കെ ആഗ്രഹത്തിനൊത്ത് പ്രവർത്തിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. സബർമതിയാണ് എൻ്റെ ഹോസ്റ്റല്. സബർമതി കുടുംബത്തിന്, ഇംഗ്ലീഷിലാണ്, സബർമതി കുടുംബത്തിന് എൻ്റെ സ്നേഹ നമസ്കാരം. അങ്ങനെയാണ് വെറുതെ ഒരു നോട്ടീസ് എല്ലാവരും കാണാൻ വേണ്ടി അങ്ങനെ ചെയ്യുമല്ലോ, നമ്മൾ അങ്ങനെ ഒട്ടിച്ചു വെച്ചിരിക്കുക. ഒരു ജസ്റ്റർ ഓഫ് ലവ്, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഫാമിലി, കുടുംബം എന്ന് എഴുതിയല്ലോ, അതിങ്ങനെ വട്ടം വരച്ചിട്ട് ഒരു ആരോ ഇട്ടിട്ട് എഴുതിയിരിക്കുക, പ്ലീസ് റീപ്ലേസ് ദിസ് വേർഡ് വിത്ത് കമ്മ്യൂണിറ്റി, ഫാമിലി ഈസ് എൻ ഒപ്രസീവ് മെക്കാനിസം. അവിടെ എഴുതി വെച്ചിരിക്കുക. അതായത് കമ്മ്യൂണിറ്റി എന്ന വാക്ക് ഉപയോഗിക്കണം, ഫാമിലി, കുടുംബം എന്ന വാക്ക് ഉപയോഗിക്കരുത്, അത് മഹാ അപകടം പിടിച്ച വാക്കാണ്. ഒരാളൊരു ഗ്രാറ്റിറ്റ്യൂഡ്, ഞാൻ എന്നിട്ട് അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നു, ജസ്റ്റ് JNU തിങ്സ് എന്ന് പറഞ്ഞിട്ട്. അന്ന് എനിക്ക് തമാശയായിട്ടാണ് തോന്നിയത്. ഇന്ന് എനിക്ക് മനസ്സിലാവുന്നത് അത് തമാശയല്ല. നമ്മുടെയൊക്കെ കുട്ടികൾ പറയും കുടുംബം വേണ്ട എന്നുള്ള അഭിപ്രായത്തിലാണ് കുട്ടികൾ. ഇനി വരുന്ന കുട്ടികളുടെ ചിന്താഗതി എങ്ങനെയാണ്? രാഷ്ട്രം വേണ്ട എന്നുള്ള ചിന്ത അവർക്കുണ്ട്, കാരണം അവരൊക്കെ വിശ്വപൗരന്മാരാണ്. ഒക്കെ ഫേസ്ബുക്കിൽ ഒരു സംസാരിക്കുന്ന മുഴുവൻ അമേരിക്കക്കാരോടും ആഫ്രിക്കക്കാരോടും അവരോടൊക്കെയാണ്. അതുകൊണ്ട് രാഷ്ട്രം, ഭാരതമെന്ന് കേട്ടാൽ, അല്ല കേരളമെന്ന് കേട്ടാൽ, ഭാരതമെന്ന് കേട്ടാൽ ഒന്നും അവരെ ഞരമ്പിൽ ചോര ഇനി തിളയ്ക്കൂല. അവരൊക്കെ വിശ്വപൗരന്മാരാണ്. പക്ഷെ അവർ കുടുംബമില്ലാത്തവരും കൂടി ആയിക്കൊണ്ടിരിക്കുന്നു. കുടുംബമില്ലാത്തവരാവുന്നു, രാഷ്ട്രമില്ലാത്തവരാവുന്നു, ആശയമില്ലാത്തവരാവുന്നു, അഭിപ്രായങ്ങളില്ലാത്തവരാവുന്നു. എന്നിട്ട് ഇതിനെയൊക്കെ അവർ വിളിക്കുന്ന പേര് സ്വാതന്ത്ര്യം എന്നാണ്. സത്യത്തിൽ ഇവർ സ്വതന്ത്രരാണോ എന്നുള്ളൊരു ചോദ്യം കൂടെ ഉണ്ട്. ആ ചോദ്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഇവർ സ്വതന്ത്രരാണോ? ഈ കുഞ്ഞുങ്ങൾ സ്വതന്ത്രരാണോ? ഈ ഒപ്രസീവ് മെക്കാനിസത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോയിട്ട് ഇവൻ പോയി പെടുന്നത് ഡിപ്രഷനിലല്ലേ? ഇവൻ പോയി പെടുന്നത് മയക്കുമരുന്നിൻ്റെ ലോബിയിലല്ലേ? ഇവൻ പോയി പെടുന്നത് ആൽക്കഹോൾ അഡിക്ഷനിലല്ലേ? അപ്പോൾ മയക്കുമരുന്ന് കൺട്രോൾ ചെയ്യുന്ന ഡ്രഗ്സ് എന്നാൽ മരുന്ന് എന്നുള്ള അർത്ഥത്തിൽ ആൻറ്റി ഡിപ്രസൻസ് കൺട്രോൾ ചെയ്യുന്ന എല്ലാ തരത്തിലുള്ള മനുഷ്യനല്ലാത്ത പല മാഫിയകളും കൺട്രോൾ ചെയ്യുന്ന ഒരു വിഭാഗമായിക്കൊണ്ട് ഇവർ റോട്ടുമിൽ നിന്നിട്ട് ഉറക്ക വിളിച്ചു പറയാൻ ഞങ്ങൾ സ്വതന്ത്രരാണ്, ഞങ്ങൾ സ്വതന്ത്രരാണ്. ഇപ്പോൾ ഒരു സ്വാതന്ത്ര്യത്തിലേക്കാണോ പറഞ്ഞത്? നിത്യമായ അസ്വാതന്ത്ര്യത്തിലേക്കാണോ? ഇതിനൊക്കെ എന്താണ് പ്രതിവിധി? വോക്കിനൊറ്റ പ്രതിവിധിയേ ഉള്ളൂ. അതിൻ്റെ പ്രതിവിധി ട്രഡീഷണലിസം എന്നാണ്. എന്താ ട്രഡീഷണലിസം? ആ ട്രഡീഷണലിസം ഒന്നുമില്ല, വൈകുന്നേരം വിളക്ക് കത്തിച്ച് രാമായണം വായിക്കുക. കേൾക്കുമ്പോൾ അത് വളരെ മണ്ടൻ ആശയമായി തോന്നുമെങ്കിലും ഒരു വിളക്ക് കത്തിച്ച് രാമായണം വായിക്കുമ്പം ചിലപ്പോൾ കുട്ടികൾ വേണ്ടാന്നൊക്കെ പറയും, ചെറിയ കുട്ടിയാകുമ്പോളെ. പക്ഷെ നിർബന്ധിച്ചിരുത്തി വായിപ്പിക്കുക, ആ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക. വീട്ടിലത് നിർബന്ധമായിട്ടും ചെയ്തുകൊണ്ടേയിരിക്കുക. അതുകൊണ്ട് ഏതൊക്കെ തരത്തിൽ രാമായണത്തെയോ മഹാഭാരതത്തെയോ ഭഗവത്ഗീതയോ അല്ലെങ്കിൽ ലളിതാ സഹസ്രനാമത്തെയോ ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് ഏതൊക്കെ സ്ഥലത്ത് കയറ്റാൻ പറ്റുമോ അവിടെയൊക്കെ കൊള്ളിക്കുക. ഞാൻ എൻ്റെ മോളെ പിറന്നാൾ 4.5 വയസ്സായ സമയത്ത്, അവൾ പിറന്നാളിൻ്റെ സമയത്ത് ഞാൻ അവളെ 4 വയസ്സായപ്പോൾ സമയത്ത് ഞാൻ അപ്പം ഭാര്യ ചോദിച്ചു എന്നോട്, എന്താ ചെയ്യുന്നത്, നമുക്കൊരു പാർട്ടി കൊടുക്കണ്ടേ എന്നൊക്കെ ചോദിച്ചു. അതൊക്കെ വേണം, ഒക്കെ ശരിയാ. പക്ഷെ അവളെ മനസ്സിൽ എന്താ തോന്നുന്നത്? പിറന്നാൾ ഇങ്ങനെ ആഘോഷിക്കേണ്ടതാണ്, സുഹൃത്തുക്കളൊക്കെ ഇങ്ങനെ ആഘോഷിക്കേണ്ട ഒരു സാധനമാണ് എന്നുള്ളൊരു ചിന്ത വരും. ഞാൻ പറഞ്ഞു, അല്ല നമുക്കൊരു ലക്ഷം ദീപം കത്തിക്കാം, ചുറ്റുവിളക്ക് കത്തിക്കാം. ലക്ഷം ദീപം അല്ല കേട്ടോ, ചുറ്റുവിളക്ക് കത്തിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അവള് പറഞ്ഞു, ചെറിയ കുട്ടിയല്ലേ, അതിനെന്ത് മനസ്സിലാവാൻ ചുറ്റുവിളക്കൊക്കെ? അല്ല അത് സാരില്ല. അപ്പം ഞാൻ എല്ലാവരും വിളിച്ചു, ഞങ്ങളെല്ലാവരും പോയിട്ട് അവളുടെ പിറന്നാളിന് ചുറ്റുവിളക്ക് കത്തിച്ചു. അപ്പോൾ ഇതൊക്കെ നമ്മളെല്ലാവരും വീട്ടിൽ ചെയ്യുന്ന കാര്യം കേട്ടോ, വലിയ കാര്യം പറയേണ്ട കാര്യമൊന്നുമല്ല. എന്നാലും അവൾ എന്നോട് ഒരു ദിവസം ചോദിക്കുക, അച്ഛാ ബർത്ത്ഡേക്ക് കുറേ ലൈറ്റ്സ് കത്തിച്ചില്ലേ, ലൈക്ക് ഇറ്റ് വെരി മച്ച് എന്ന് എന്നോട് പറയാം. അവൾ ആ ബാല മനസ്സിൽ അവൾക്ക് തോന്നുകയാണ് എന്ത്, അമ്പലത്തിൽ ഈ വിളക്ക് കത്തിക്കുന്നത് എൻ്റെ നേർ ജീവിതവുമായി ബന്ധപ്പെട്ട എന്തോ പരിപാടിയാണ്. സന്ധ്യയ്ക്ക് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നത് എൻ്റെ നേർ ജീവിതമായി ബന്ധപ്പെട്ട എന്തോ പരിപാടിയാണ്. ഞാൻ JNU പഠിക്കുന്ന സമയത്ത് ഈ സന്ധ്യ ആവുന്ന സമയത്ത് ഡിപ്രഷൻ വരും. നേരത്തെ പറഞ്ഞ പാർവണം എന്ന് പറഞ്ഞ പോലെയാണ്. ഒരു ദിവസത്തിലെ അമാവാസിയാണ് ഈ പറയുന്ന പോലത്തെ സമയം. രാത്രി ആ സന്ധ്യാസമയം ഭയങ്കര ബുദ്ധിമുട്ടാണ്. രാവിലത്തെ സന്ധ്യ, ഉച്ചക്കത്തെ സന്ധ്യ, വൈകുന്നേരത്തെ സന്ധ്യ ഒക്കെ ബുദ്ധിമുട്ടാണ്.
മനസ്സൊന്ന് ചഞ്ചലമാവുന്ന സമയമാണ്. വൈകുന്നേരത്തെ സന്ധ്യ നമുക്കൊക്കെ ചിലപ്പം അറിയാൻ മതിയാവും. വൈകുന്നേരം ആകുമ്പോൾ വീട്ടിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ അസുഖമൊക്കെ വരുമ്പോൾ നന്നായി അറിയാൻ പറ്റും. സന്ധ്യയാവുന്ന സമയത്ത് ഭയങ്കരമായൊരു പേടി, ആദി, ആവലാതി, ടെൻഷൻ, ഡിപ്രഷനൊക്കെ വരും. പിന്നെ രാത്രി നമ്മളേക്കത് മാറും. പക്ഷെ ആ സമയം വലിയ ബുദ്ധിമുട്ടാണ്. ഞാൻ ജെഎൻയുവിലിരിക്കുന്ന സമയത്ത് ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ആ സമയത്ത് നടക്കാൻ പോകും, ചായ കുടിക്കാനൊക്കെ ഏറ്റു പോകും. അപ്പോൾ ഫ്രണ്ട്സിനെയൊക്കെ കണ്ട് അതിൻ്റെ അകത്ത് നിന്ന് പുറത്തിറക്കാൻ വേണ്ടിയിട്ട് അത് ചെയ്യുന്നത്. ഒരു ദിവസം ഞാൻ ആലോചിച്ചു, ഇതിനെന്താണ് ഒരു ട്രഡീഷണലായ പരിഹാരം? ട്രഡീഷണലായ പരിഹാരം എന്തായിരുന്നു? സന്ധ്യാസമയത്ത് ഒരു വിളക്ക് കത്തിക്കുക എന്നുള്ളതായിരുന്നു. ഞാനൊരു വിളക്ക് പോയി അവിടെ മുനീർക്ക മാർക്കറ്റിൽ പോയി ഒരു വിളക്ക് മേടിച്ചുകൊണ്ട് വന്നു. ആ വിളക്ക് കത്തിച്ച് വൈകുന്നേരം, ഇത് ഹോസ്റ്റലിലെ കാര്യമാണ്, വീട്ടിലെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഹോസ്റ്റലിൽ ഞാൻ ആ വിളക്ക് കത്തിച്ച് ഞാൻ ആ വിളക്ക് കുറച്ച് നേരം അങ്ങനെ നോക്കിയിരുന്നു. അത്ഭുതകരമായ മാറ്റം. മനസ്സിലുള്ള ജാഡ്യതയെ മുഴുവൻ ആ ദീപം ഇല്ലാതെയാക്കി കളയുന്നു. കാരണം ദീപം മുകളിലേക്ക് കത്തുന്നതാണ്, മുകളിലേക്ക് പോകുന്നൊക്കെ സാത്വികമാണ്. എന്താണ് ഈ സമയത്ത് നമുക്ക് സംഭവിക്കുന്നത്? മനസ്സിൽ താമസിക ഊർജം വരികയാണ്, മന്ദത വരിക. അതിന് തൊട്ട് മുമ്പ് നമ്മൾ രാജസികരാണ്, ആക്റ്റീവായിരുന്നു. ഇവിടെ മന്ദത വരിക. അപ്പം ഇതിനെ എന്താക്കണം? തിരിച്ച് സാത്വികതയിലേക്ക് തിരിച്ച് പരിവർത്തനപ്പെടുത്തണം. അതുകൊണ്ട് രാമശബ്ദം, രാമ എന്ന ശബ്ദത്തിൽ രകാരത്തിൽ ആ അഗ്നി ഇരിക്കുന്നുണ്ട്. രകാരം അഗ്നിയുടെ ബീജാണ്. രം രം രം. ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ മഴക്കാലാണ്, നല്ല തണുത്തിരിക്കുന്ന സമയത്ത് നിങ്ങൾ രം 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 എന്നൊരു 10-15 മിനിറ്റ് ജപിച്ചാൽ ശരീരം ചൂടാവും. കാരണം അത് മണിപൂരകത്തിലുള്ള അഗ്നിയെ ഉദ്ദീപിപ്പിക്കും. അപ്പോൾ രാമ 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 എന്ന് പറഞ്ഞുകൊണ്ട് അത് ശരീരത്തിനെ സാത്വികവൽക്കരിക്കുന്നു. നേരത്തെ ഡോക്ടർ പറഞ്ഞതുപോലെ പാവനമാക്കാനും പവിത്രമാക്കാനും വേണ്ടി മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ് രാമായണ പാരായണം നമ്മൾ നടത്തുന്നത്, രാമനെക്കുറിച്ച് ചിന്തിക്കുന്നത്, രാമനെക്കുറിച്ച് പറയുന്നത്. നമസ്കാരം. വന്ദേ മാതരം.